നമുക്ക് കണ്ണുകളടച്ച് കർത്താവിലേക്ക് നോക്കാം. സ്നേഹം നിറഞ്ഞ പിതാവേ, യേശുവേ, അവിടുത്തെ തിരുസാന്നിധ്യത്തിനായിട്ട് നന്ദി പറയുന്നു. അതെ കർത്താവേ, ഞങ്ങളുടെ ഏറ്റവും വലിയൊരു വിശ്രാമം, ഞങ്ങളുടെ ഏറ്റവും വലിയ സങ്കേതം അത് അങ്ങാണ്. കർത്താവേ, അവിടുത്തെ മറുപടി ഞങ്ങൾ ചാരുന്നു. അവിടുത്തെ രക്തത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും കഴുകണം. സ്നേഹത്താൽ ഞങ്ങളെ അളവില്ലാതെ നിറയ്ക്കണം. കർത്താവേ, പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തിയാല് കർത്താവെ ഞങ്ങൾ ഓരോരുത്തരെയും നിറയ്ക്കണമേ, ജ്വലിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ആത്മാവ് കർത്താവെ ഞങ്ങളിൽ പരിവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മേലെ കർത്താവെ ഞങ്ങളിലും അവിടുത്തെ വചനം കർത്താവെ, എന്റെ വചനം ആത്മാവും ജീവനും ആകുന്നു എന്ന് അങ്ങ് പറഞ്ഞുവല്ലോ. ആ ആത്മാവും ജീവനുമാകുന്ന അവിടുത്തെ ആ ജീവന്റെ മന്നയെ തരണമേ കർത്താവെ. അവിടുന്ന് സംസാരിച്ചപ്പോൾ കർത്താവെ ശിഷ്യന്മാരുടെ ഹൃദയങ്ങള് ഇരിഞ്ഞതുപോലെ, അവിടുത്തോടുള്ള സ്നേഹത്താല് കത്തിയതുപോലെ ഞങ്ങളുടെ ഹൃദയങ്ങളും നിങ്ങളുള്ള സ്നേഹത്താൽ കത്തുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആദിയില് പരിവർത്തിച്ച അതേ ആത്മാവ് തന്നെ ഞങ്ങളെയും കർത്താവെ, പാഴും ശൂന്യവുമായിരിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തെ പാഴും ശൂന്യവും ഇരുണ്ടതുമായിട്ടുള്ള ജീവിതത്തിന്റെ പല പല മേഖലകളെ കർത്താവെ അത് ഏറ്റവും ഫലഭൂഷ്ടമാക്കി നല്ലതെന്നും വളരെ നല്ലതെന്നും അവിടത്തേക്ക് പറയാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പുനഃനാമത്തെ മുഖത്തപ്പെടുത്തിയായിട്ട് എല്ലാ യേശു കർത്താവിന്റെ വിലയേറിയ മാതിരിയുള്ള നാമത്തിൽ തന്നെ ആമേൻ. നമ്മൾ വെളിപാട് പുസ്തകം 20-ാം അധ്യായത്തിലേക്ക് കടക്കുക. വെളിപാട് പുസ്തകം ആകെ നമുക്ക് 22 അധ്യായങ്ങളാണ് ഉള്ളത്. അധ്യായത്തിന്റെ ഡിവിഷൻസ് ഒക്കെ ചില നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മാത്രമാണ് വന്നിട്ടുള്ളത്. അത് റെഫറൻസിനുള്ള സൗകര്യത്തിനായിട്ട് അത് ചാപ്റ്റർ ഡിവിഷനും വേഴ്സ് ഡിവിഷനും ഒക്കെ പിന്നീട് വന്നിട്ടുള്ള കാര്യങ്ങളെ യോഹന്നാനും ബാക്കിയുള്ള അപ്പോസ്തലന്മാരും പഴയ നിയമ പ്രവാചകന്മാരും ഒക്കെ വചനം എഴുതുമ്പോൾ അവരൊരു നീണ്ട ഒരു ബുക്ക് എന്ന വണ്ണം, ഒരു ലെറ്റർ എന്ന വണ്ണം എഴുതിയിട്ടുള്ള കാര്യങ്ങളാണ്. അവിടെ നമ്മളിപ്പം 20-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുക. നമുക്ക് ചുരുക്കമായിട്ട് കാര്യങ്ങൾ പറയുവാണെങ്കിൽ, യേശു കർത്താവ് യോഹന്നാൻ അപ്പോസ്തലന് പത്മോസ് ദ്വീപിൽ നാടുകടത്തപ്പെട്ട ആ സമയത്ത് കൊടുത്ത ആ ഒരു വെളിപ്പാട്, അത് ആദ്യത്തെ 2 അധ്യായങ്ങളില് അന്നത്തെ സഭ, അന്നത്തെ ഒരു 7 സഭകള്, അവരുടെ അവസ്ഥ, ആത്മീയ അവസ്ഥ, അത് എന്തിനാ ദൈവത്തിന്റെ വചനത്തിൽ അത് വ്യക്തമായിട്ട് ഉൾക്കൊള്ളിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, ഇന്ന് ഏതൊരു സഭയുടെ അവസ്ഥ ആ സഭകളുടെ ഏതെങ്കിലുമൊക്കെ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷനും ആയിരിക്കും ഇന്നും ഏതൊരു സഭയുടെ അവസ്ഥ. അപ്പൊ അതുകൊണ്ട് അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുവാനും, അതില് സ്മിർന സഭയും ഫിലാഡൽഫിയ സഭയും കുറിച്ച് കർത്താവിനൊന്നും കുറവ് പറയാനില്ലാതിരുന്നതായിട്ടുള്ളത്. അപ്പൊ അതിനർത്ഥം അങ്ങനെ കർത്താവിന് കുറവൊന്നും പറയാതിരിക്കത്തക്കവണ്ണമുള്ള സഭകൾ ഇന്നും സാധ്യമാണ് എന്നുള്ളൊരു വളരെ പൊട്ടൻഷ്യൽ, വളരെ സാധ്യത അത് ചൂണ്ടിക്കാണിക്കുന്നു. നമ്മളുടെ സഭയെ നോക്കുമ്പോൾ കർത്താവിന് എന്തൊക്കെയായിരിക്കും പറയാനുള്ളത് എന്ന് നമ്മൾ ദൈവമുമ്പാകെ, നമ്മളുടെ കുടുംബത്തെ നോക്കുമ്പോൾ, നമ്മളുടെ ഓരോ വ്യക്തി ജീവിതത്തെ നോക്കുമ്പോൾ, നമുക്ക് ദൈവം തന്നിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ, അപ്പനെന്ന നിലയിൽ, അമ്മയെന്ന നിലയില്, ഭർത്താവ് എന്ന നിലയില്, ഭാര്യ എന്ന നിലയില്, കുഞ്ഞുങ്ങള്, ജ്യേഷ്ഠ സഹോദരങ്ങള്, അനിയന്മാരോട് അനിയത്തിമാരോട് നിലയിലൊക്കെ ഉള്ള നമ്മളുടെ ദൈവം ഏൽപ്പിച്ചിട്ടുള്ള ആത്മീയ ഉത്തരവാദിത്തങ്ങളും ഒക്കെ നമ്മൾ എത്രമാത്രം നമ്മൾ ആത്മാർത്ഥതയോടെ ഹോൾ ഹാർട്ടഡ് ആയിട്ട് നമ്മൾ നിർവഹിക്കുന്നുണ്ട് നമ്മളുടെ ദൈനംദിന ജീവിതത്തില്. പിന്നെ കർത്താവിന് മുമ്പാകെയുള്ള നമ്മുടെ വ്യക്തിപരമായ നടപ്പ് എങ്ങനെയുണ്ട്, നമ്മളുടെ വിശ്വസ്തത എങ്ങനെയുണ്ടെന്നെല്ലാം നോക്കിക്കാണുവാനൊക്കെ ആ വെളിപാട് പുസ്തകം 2-3 അധ്യായങ്ങൾ, അതിനുശേഷം പിന്നെ സ്വർഗത്തിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മള് 4-ാം അധ്യായത്തില് പിതാവാം ദൈവത്തെ ആരാധിക്കുന്നതും 5-ാം അധ്യായത്തിൽ പുത്രനാം ദൈവത്തെ ആരാധിക്കുന്നതും, യേശു കർത്താവ് പുത്രനാം ദൈവമായ കർത്താവ് പിതാവിന്റെ കയ്യിൽ നിന്നുള്ള ആ ഒരു മുദ്രയിടപ്പെട്ട പുസ്തകം, ഭൂമിയുടെ ആധാരം, ഭൂമിയുടെ മേലിൽ വരാനിരിക്കുന്ന ന്യായവിധികളെ കുറിച്ചൊക്കെ പരാമർശിക്കുന്ന ആ മുദ്രയിടപ്പെട്ട പുസ്തകത്തിന്റെ മുദ്രകൾ ഓരോന്നായിട്ട് പിതാവിങ്കിൽ നിന്ന് വാങ്ങി, യോഗ്യനായി ജയിച്ച യേശു വാങ്ങി മുദ്രകൾ ഓരോന്നായിട്ട് പൊട്ടിക്കുമ്പോൾ അന്ത്യകാല സംഭവങ്ങൾ ഓരോന്നായിട്ട് നടക്കുന്ന കാര്യങ്ങളും, കർത്താവിന്റെ വരവ് ഉൾപ്പെടെ, കർത്താവിന്റെ വരവ് അതിൽ 6-ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോഴാണ് കർത്താവിന്റെ വരവ്. 7-ാമത്തെ മുദ്രയിലാണ് കർത്താവ് ഭൂമിയിൽ രാജ്യത്വം ഏറ്റെടുക്കുന്നത്. അതായത് ഭൂമിയിലൊരു 1000 വർഷക്കാലം ഒരു ഭരണം കർത്താവ് തുടങ്ങുന്നത്. അപ്പോ 5-ാമത്തെ മുദ്രയിൽ മഹോപദ്രവം. ഇപ്പം സഭ മഹോപദ്രവത്തിലൂടെ കടന്നു പോകുന്നു. മഹോപദ്രവം എന്ന് പറയുമ്പോൾ സാത്താന്റെ ക്രോധം എതിർ ക്രിസ്തുവിലൂടെ വെളിപ്പെടുന്നതാണ് മഹോപദ്രവം, ഗ്രേറ്റ് ട്രിബുലേഷൻ. അതിലൂടെ സഭ കടന്നു പോകുന്നതായിട്ട് നമ്മൾ വചനത്തിൽ വായിക്കുന്നു, വചനത്തിൽ കാണുന്നു. അതിനുശേഷം കർത്താവ് വന്ന് സഭയെ ചേർക്കുന്നു. 6-ാമത്തെ മുദ്ര കർത്താവിന്റെ 2-ാമത്തെ വരവ്. അതിനുശേഷം കർത്താവ് ഭൂമിയിലേക്ക് വന്ന് കാലുറപ്പിക്കുന്നു. ഒലിവുമലമേൽ കർത്താവ് കാലുറപ്പിക്കുമ്പോൾ ഇവിടെ ഒലിവുമല 2ആയിട്ട് പിളർക്കുന്നതായിട്ടൊക്കെ സെഖര്യാവ് 14-ാം അധ്യായത്തില് അതിന്റെ 4-ാമത്തെ വാക്യമൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ വീണ്ടും കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഉള്ള അർമഗദോൻ യുദ്ധം, അതായത് അർമഗദോൻ യുദ്ധം എന്ന് പറയുമ്പോൾ അത് ഏറ്റവും അവസാനത്തെ യുദ്ധമാണ്. അത്
അത് യേശു കർത്താവും കർത്താവിന്റെ കാന്തയായിട്ടുള്ള സൈന്യവും ഒരു പക്ഷത്ത്, ഇസ്രയേലിനെതിരെ തിരിഞ്ഞ എല്ലാ രാഷ്ട്രങ്ങളും എതിർ ക്രിസ്തുവിന്റെയും ബാക്കിയുള്ള ഭരണാധിപന്മാരുടെയും നേതൃത്വത്തിൽ മറുപക്ഷത്ത്. യേശു കർത്താവിന്റെ വായിൽ നിന്ന് വരുന്ന വചനമാകുന്ന വാളുകൊണ്ട് കർത്താവ് എല്ലാ ശത്രു സൈന്യത്തെ നിഗ്രഹിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. അതിന്റെ നേതാക്കന്മാരായിട്ടുള്ള എതിർ ക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും ഡയറക്റ്റ് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു? അവർക്ക് പെട്ടെന്നൊരു പ്രൊമോഷൻ ട്രാൻസ്ഫർ അല്ല, ഡിമോഷൻ ട്രാൻസ്ഫർ. അവരെ പെട്ടെന്ന് ട്രാൻസ്ഫർ അടിക്കുകയാണ്. എങ്ങോട്ടാണ് ട്രാൻസ്ഫർ അടിക്കുന്നതെന്ന് ചോദിച്ചാൽ തീപ്പൊയ്കയിലോട്ടാണ് ട്രാൻസ്ഫർ അടിക്കുന്നത്. അത് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു നിർത്തിയത്. അവിടെ തീപ്പൊയ്കയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. അവരെ നേരെ അങ്ങ് തീപ്പൊയ്കയിലോട്ട് ഇടുക എന്നുള്ളൊരു കാര്യം നമ്മളവിടെ വായിക്കുന്നുണ്ട്. അത് നമ്മള് വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തില് അതിന്റെ 20-ാമത്തെ വാക്യത്തിൽ ദി ബീസ്റ്റ് വാസ് സീസ്ഡ് ആൻഡ് വിത്ത് ഹിം ദ ഫോൾസ് പ്രോഫിറ്റ്. മൃഗത്തെ പിടിച്ചു, പിന്നെ അതിന്റെ കൂടെ മൃഗത്തിന് മുമ്പാകെ താൻ ചെയ്ത അടയാളങ്ങളാൽ മനുഷ്യരെ ചതിച്ച് മൃഗത്തിന് മുദ്ര ഏൽക്കുകയും അതിനെ പ്രതിമയും നമസ്കരിപ്പിക്കുകയും ചെയ്ത് കള്ളപ്രവാചകനെയും പിടിച്ചു കെട്ടി ഇപ്പൊ മൃഗത്തെയും പിടിച്ചു കെട്ടി. മൃഗം എന്ന് പറഞ്ഞാൽ എതിർ ക്രിസ്തു, ഒന്നാമത്തെ മൃഗം, രണ്ടാമത്തെ മൃഗമായിട്ടുള്ള കള്ളപ്രവാചകൻ. വെളിപാട് 13-ാം അധ്യായത്തിലെ 2 മൃഗങ്ങളെ ചെസ് നമ്പർ 1, ചെസ് നമ്പർ 2 എന്ന് വായിക്കുന്ന പോലെ മൃഗം നമ്പർ 1, മൃഗം നമ്പർ 2 എതിർ ക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയൊക്കെ പിടിച്ചു കെട്ടി ഇരുവരെയും ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിൽ ജീവനോട് തള്ളിക്കളഞ്ഞതായിട്ട് നമ്മൾ വായിക്കുന്നത്. ബാക്കിയുള്ളവരെ, ശേഷിച്ചവര് 21-ാമത്തെ വാക്യം കുതിരപ്പുറത്തിരിക്കുന്നതിന്റെ, അതായത് കുതിരപ്പുറത്തിരിക്കുന്നത് യേശു കർത്താവ് അവിടെ കുതിരപ്പുറത്തിരുന്ന് വരുന്നതായിട്ട് നമ്മൾ അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ കണ്ടത്. ആ വെള്ളക്കുതിരമേല് യേശു കർത്താവ് അനേകം രാജമുടികളോടുകൂടി ചേർന്ന് അനേകം കിരീടങ്ങളോടെ ജയിച്ചവനായ, എല്ലാത്തിലും ജയിച്ചവനായ, എല്ലാ പരീക്ഷയ്ക്കും ഏറ്റവും ടോപ്പ് മാർക്ക്, ഫസ്റ്റ് റാങ്ക്, 100% സെന്റം അടിച്ച കർത്താവ് തന്റെ ജീവിതത്തിലെ എല്ലാ പരീക്ഷകളും കർത്താവ് ജയിച്ചു. അങ്ങനെ അവസാനം നിവൃത്തിയായി, ടെസ്റ്റ് ഫിനിഷ്ഡ്, എല്ലാം പരീക്ഷയെല്ലാം ഏറ്റവും 100% വാങ്ങിച്ചു. പിതാവേ, എന്റെ ആത്മാവിനെ നിന്റെ കൈയിൽ ഭരമേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ക്രൂസിലെ തല ചായ്ച്ച് പിതാവിന്റെ ഇഷ്ടം നിറവേറ്റിയ ആ കർത്താവ്, ആ ജയിച്ചവനായ കർത്താവ് രാജമുടികളോടുകൂടി അനേകം കിരീടങ്ങളോടുകൂടി വരുന്നു. ആ കുതിരപ്പുറത്തിരിക്കുന്നവന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാൾ കൊണ്ട്, വചനം കൊണ്ട്, കർത്താവിന്റെ വചനം കൊണ്ട്, കർത്താവ് സംസാരിക്കുന്ന വാക്കുകൾ കൊണ്ട് തന്നെ അവരുടെ വാൾ കൊണ്ട് അവരുടെ മാംസം തിന്ന് സകല പക്ഷികളും വാൾ കൊണ്ട് കൊന്ന്, സോ വാൾ കൊണ്ട് തന്നെ അവരുടെ സ്ലേയിങ് അല്ലെങ്കിൽ കില്ലിങ് അല്ലെങ്കിൽ അവരുടെ മരണം സംഭവിക്കുന്നു. കർത്താവ് ആദിയില് വെളിച്ചമുണ്ടാകട്ടെ എന്ന് അരുളി ചെയ്ത ആ കർത്താവ് നമ്മളെ ഹൃദയത്തിലും വെളിച്ചമുണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചതായിട്ട് നമ്മൾ ഉൽപ്പത്തി 1:4 വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞ ആ കർത്താവ് പിന്നീട് നാം വീണ്ടും ജനിക്കുന്ന അവസരത്തില് നാം ഇരുളിന്റെ പിടിയിലായിരുന്നു, പാഴും ശൂന്യവും ഇരുണ്ടതുമായിട്ടുള്ള നമ്മളുടെ അവസ്ഥയിൽ നാം പരിശുദ്ധാത്മാ നമ്മളിൽ വ്യാപരിച്ച് പരിശുദ്ധാത്മാവിന്റെ പ്രേരണയ്ക്ക് നാം പ്രതികരിച്ച് നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചപ്പോ നമ്മളുടെ ഹൃദയത്തിലും വെളിച്ചമുണ്ടാകട്ടെ എന്ന് അതേ ശബ്ദം തന്നെ കൽപ്പിച്ചു. അങ്ങനെ നമുക്ക് ജീവൻ ഉണ്ടായി, നാം വീണ്ടും ജനിച്ചു, നമുക്ക് നിത്യജീവൻ ലഭിച്ചു. അതേ കർത്താവിന്റെ അതേ വാക്യം തന്നെ, അതേ വചനം തന്നെ, അതേ വചനമാകുന്ന കർത്താവ് കർത്താവിന്റെ ന്യായവിധിയിലും കർത്താവ് തന്റെ വചനം കൊണ്ടാണ് ന്യായം വിധിക്കുന്നത്. അപ്പം വായു നിന്ന് വരുന്ന വാളുകൊണ്ട് അവരെ ന്യായം വിധിച്ചു. നമ്മള് യോഹന്നാൻ 12:48 നമുക്ക് ഓർമ്മയുണ്ടോ? നമ്മള് ഈ അടുത്തൊക്കെ ഈ അന്തിമജീവൻ പുസ്തകം വായിക്കുന്ന കൂട്ടത്തിൽ തന്നെ പലപ്പോഴും അത് വീണ്ടും വീണ്ടും കണ്ടിട്ടുണ്ടായിരുന്നു. കർത്താവ് അന്ത്യനാളിൽ എങ്ങനെ ന്യായം വിധിക്കുന്നതെന്ന് അവിടെ പറയുന്നേ. യോഹന്നാൻ 12:48 വാക്യത്തില് 48 വാക്യത്തില് എന്റെ വചനം കൈക്കൊള്ളാതെ എന്നെ തള്ളിക്കളയുന്നവനെ ന്യായം വിധിക്കുന്നവനുണ്ട്. കർത്താവിന്റെ വചനം കൈക്കൊള്ളാതെ കർത്താവിനെ തള്ളിക്കളയുന്നവനെ ന്യായം വിധിക്കുന്നവനുണ്ട്. ഞാൻ സംസാരിച്ച വചനം തന്നെ ഒടുക്കത്തെ നാളിൽ അവനെ ന്യായം വിധിക്കും. കർത്താവ് സംസാരിച്ച വചനം, ഈ എഴുതപ്പെട്ട വചനം, കർത്താവ് തന്റെ മക്കളിലൂടെ സംസാരിക്കുന്ന വചനം, സഭയിലൂടെ നമ്മൾ കേൾക്കുന്ന വചനം, അതൊക്കെ ന്യായവിധി നാളിൽ ഒരു നാളിൽ നിന്നോട് ഞാൻ ഇന്ന കാര്യങ്ങൾ എൻ്റെ മകളിലൂടെയൊക്കെ ഞാൻ അരുളി ചെയ്തില്ലേ, അത് കഴിഞ്ഞിട്ടും നീ എന്തേ അതിലൊന്ന് പ്രതികരിക്കാഞ്ഞത് എന്നുള്ളൊരു ചോദ്യം അന്ന് വരാം. അന്ന് നാം കർത്താവിന് മുമ്പാകെ കണക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു സമയം, 1000 വർഷക്കാലം ഭരണം. അതായത് കർത്താവ് ഇവിടെ എതിർ ക്രിസ്തുവിന്റെ സൈന്യത്തെ നിഗ്രഹിക്കുന്ന കാര്യമാണ് നമ്മൾ വായിക്കുന്നത്. അതിനുശേഷം കർത്താവ് 1000 വർഷക്കാലം ഭരണം സ്ഥാപിക്കുന്നതിനോട് ചേർന്നാണ് ദൈവമക്കൾക്കുള്ള പ്രതിഫലം. നമ്മള് വെളിപാട് 11-ാം അധ്യായത്തില് നമ്മളത് വായിച്ചായിരുന്നു. 1000 വർഷക്കാലത്തിന്റെ ഭരണത്തിന്റെ തുടക്കത്തിലാണ്
ആർക്കൊക്കെ എങ്ങനെയൊക്കെ ഭരണം, അതായത് മന്ത്രിസഭ രൂപീകരിക്കുമ്പോൾ ആരെയൊക്കെ ഏതൊക്കെ വകുപ്പൊക്കെ ഏൽപ്പിക്കണം എന്ന് പറയുന്നത് പോലെ കർത്താവ് രാജാവായിട്ട് ആർക്കൊക്കെ എന്തൊക്കെ ഭരണങ്ങൾ കൊടുക്കണം എന്നുള്ള കാര്യം അവിടെ നമ്മൾ വെളിപ്പാട് 11-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ നമ്മളവിടെ കാണുന്നുണ്ട്. 17-18 വാക്യങ്ങളിൽ ടു റിവാർഡ് യുവർ ബോണ്ട് സെർവൻസ് ദ പ്രോഫിറ്റ്സ് ആൻഡ് ദ സെയിൻസ് ദോസ് ഹു ഫിയർ യുവർ നെയിം. നിന്റെ ദാസന്മാരായ പ്രവാചകന്മാർക്കും വിശുദ്ധന്മാർക്കും ചെറിയരും വലിയരുമായി നിന്റെ ഭക്തന്മാർക്കും പ്രതിഫലം കൊടുക്കുവാനും ഭൂമിയെ നശിപ്പിക്കുന്നവരെ നശിപ്പിക്കുവാനുമുള്ള കാലവും വന്നു എന്നുള്ളൊരു കാര്യം നമ്മളവിടെ വായിക്കുന്നുണ്ട്. അപ്പൊ അവിടെ ആ ഒരു 1000 വർഷക്കാലം ഉള്ള കർത്താവിന്റെ ആ സഹസ്രാബ്ദ വാഴ്ച, കർത്താവ് ഭൂമിയിലേക്ക് വന്ന് 1000 വർഷക്കാലം ഭരണം തുടങ്ങുന്നതിന്റെ തൊട്ട് മുമ്പായിട്ടാ ഈ ഒരു പ്രതിഫലം തന്റെ മക്കൾക്ക് കൊടുക്കുന്നത്. അന്ന് കർത്താവിന്റെ കാന്തയായിട്ട് വെളിപ്പെടുന്നവരുണ്ട്. 60 മേനിയും 30 മേനിയും സ്കോർ ചെയ്ത് അവരും ദൈവരാജ്യത്തിൽ അവസാനത്തിൽ വിശ്വാസത്തിൽ തുടർന്നവരുണ്ട്. എന്നാൽ അതിനു മുമ്പൊക്കെ വിശ്വാസത്തിൽ നിന്ന് വീണുപോയി രക്ഷയൊക്കെ നഷ്ടപ്പെട്ടു പോയവരൊക്കെ പിന്നീട് അവർക്ക് 1000 വർഷക്കാലത്തിന് ശേഷമുള്ള ഒരു ഗ്രേറ്റ് വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റിനെ ആണ് അതിനെക്കുറിച്ച് അവിശ്വാസികൾക്കുള്ള ന്യായവിധി 1000 വർഷത്തിന് ശേഷം ആണ് നമ്മൾ വായിക്കുന്നത്. അത് വെളിപാട് 20-ന്റെ ആ ഒരു ലാറ്റർ ഹാഫിലെ 2-ാമത്തെ പകുതിയിൽ നമ്മളവിടെ വായിക്കുന്നുണ്ട്. വിശ്വാസികൾക്കുള്ള പ്രതിഫലം 1000 വർഷക്കാലം ഭരണത്തിന്റെ തുടക്കത്തില്, അവിശ്വാസികൾക്കുള്ള ആ ഒരു 2-ാമത്തെ ഒരു പുനരുദ്ധാനം, ആദ്യത്തെ പുനരുദ്ധാനം, 2-ാമത്തെ പുനരുദ്ധാനം. ആദ്യത്തെ പുനരുദ്ധാനമാണ് ദൈവമക്കൾക്ക് ആയിട്ട് ദൈവം വെച്ചിരിക്കുന്നത്. ആ ആദ്യത്തെ പുനരുദ്ധാനത്തിൽ പങ്കാളിയാവേണ്ടതിന് താൻ ഒരു നിർമ്മല മനസാക്ഷി സൂക്ഷിക്കുന്നു എന്നൊക്കെയാണ് അപ്പോസ്തലപ്രവൃത്തികൾ 24-ന്റെ 16-ാമത്തെ വാക്യം. സാക് വേർ എപ്പോഴും ഈ അടുത്ത കാലങ്ങളിൽ എപ്പോഴും വേറെ എടുത്തെടുത്ത് പറയുന്ന ആ വാക്യം നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമാണെന്ന് വിശ്വസിക്കുന്നേ. അപ്പോസ്തലപ്രവൃത്തികൾ 24-ാം അധ്യായത്തിന്റെ അതിന്റെ 16-ാമത്തെ വാക്യം, അതിന്റെ 15-ാമത്തെ വാക്യത്തില് നീതിമാന്മാരുടെയും നീതി കെട്ടവരുടെയും പുനരുദ്ധാനം ഉണ്ടാകും എന്ന് ഇവർ കാത്തിരിക്കുന്നത് പോലെ ഞാനും ദൈവത്തിൽ ആശ വെച്ചിരിക്കുന്നു. അപ്പൊ നീതിമാന്മാരുടെ പുനരുദ്ധാനം ഉണ്ടാകും കർത്താവിന്റെ 2-ാമത്തെ വരവെങ്കില്. പിന്നെ കർത്താവിന്റെ 1000 വർഷക്കാലം ഭരണത്തിന് ശേഷമാണ് നീതി കെട്ടവരുടെ, അതായത് അവിശ്വാസികളുടെ പുനരുദ്ധാനം ഉണ്ടാവുന്നത്. അപ്പൊ ഈ രണ്ടുപേരുടെയും പുനരുദ്ധാനം ഉണ്ടാവും. അതുകൊണ്ട് അതിന്റെ 16-ാമത്തെ വാക്യം, പുനരുദ്ധാനം ഉണ്ടാവും, അതുകൊണ്ട് ഞാൻ രക്ഷിക്കപ്പെട്ടവനല്ലേ, ഞാൻ വലിയ അപ്പോസ്തലൻ, അതുകൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചോളും എന്നല്ല പറയുന്നത്. അതുകൊണ്ട് എനിക്ക് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസാക്ഷി എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുവാൻ ഞാൻ ശ്രമിക്കുന്നു. ഈ 1-ാം പുനരുദ്ധാനത്തിലെ, ഈ ഫസ്റ്റ് റെസറക്ഷനിലെ, ഈ നീതിമാന്മാരുടെ പുനരുദ്ധാനത്തിൽ ഞാനും പങ്കാളിയാവേണ്ടതിനായിട്ട്, അതില് പങ്കാളിയാവേണ്ടതിനായിട്ട്, എനിക്കും ആ പുനരുദ്ധാനം ലഭിക്കേണ്ടതിനായിട്ട് ഞാൻ എപ്പോഴും ദൈവത്തിന്റെയും മനുഷ്യരുടെയും മുമ്പാകെ ഒരു കുറ്റമില്ലാത്ത മനസാക്ഷി, കർത്താവിന്റെ മുമ്പാകെ നമ്മളിന്ന് നിൽക്കുമ്പോൾ ഒരു കുറ്റമില്ലാത്ത മനസാക്ഷി ഉണ്ടോ? ആരോടെങ്കിലും നമുക്ക് ക്ഷമിക്കാനുണ്ടോ? ആരോടെങ്കിലും ക്ഷമ ചോദിക്കാനുണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും തിരിച്ചു കൊടുക്കേണ്ടതായിട്ടുള്ളതുണ്ടോ? എന്തെങ്കിലും കർത്താവ് നമ്മളുടെ മനസാക്ഷിയിൽ നമ്മൾ ഏറ്റുപറയാത്ത ഏതെങ്കിലും പാപങ്ങളുണ്ടോ? അപ്പൊ അങ്ങനെ അതുപോലെ തന്നെ മനുഷ്യരോട് ഏറ്റുപറയേണ്ട, മനുഷ്യരോട് ചെയ്ത എന്തെങ്കിലും പാപങ്ങൾ, ദൈവത്തോട് മാത്രം ചെയ്ത പാപങ്ങൾ ദൈവത്തോട് മാത്രം ഏറ്റു പറഞ്ഞാൽ മതി. എന്നാൽ മനുഷ്യരോട് ചെയ്ത പാപങ്ങൾ, മനുഷ്യരെ നമ്മുടെ വാക്കുകളാലോ പ്രവൃത്തികളാലോ അറിഞ്ഞോ അറിയാതോ ഒക്കെ മുറിപ്പെടുത്തിയാൽ, അപ്പം മനുഷ്യരോടും ദൈവത്തോടും മനുഷ്യരോടും നമ്മൾ ക്ഷമ ചോദിക്കണം. അതാ നമ്മള് മത്തായി 5-ന്റെ 23-24 വാക്യങ്ങളിൽ നിങ്ങളുടെ വഴിപാടൊക്കെ അവിടെ വെച്ചേക്ക്, അത് ചെന്ന് ക്ഷമ ചോദിച്ച് ആദ്യം നിന്ന് നിരപ്പ് പ്രാപിച്ചിട്ട് പിന്നെ വന്ന് വഴിപാട് അർപ്പിച്ചു, അല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ വേസ്റ്റായി പോകും എന്നാണ് കർത്താവ് അവിടെ മത്തായി 5-ന്റെ 23-24 വാക്യങ്ങളിൽ പറയുന്ന കാര്യം നമുക്കറിയാം. അപ്പൊ അങ്ങനെ ഒരു കുറ്റമില്ലാത്ത മനസാക്ഷിയോടെ ആ 1-ാം പുനരുദ്ധാനത്തിനായിട്ട് തയ്യാറെടുക്കുന്ന ആ ഒരു പൗലോസ് അപ്പോസ്തലനെ നമ്മളവിടെ കാണുന്നുണ്ട്. അപ്പം നമ്മളും ആ ഒരു നല്ല മനസാക്ഷിയോടെ കർത്താവിന് മുമ്പാകെ ആയിരിക്കണം എന്നുള്ളൊരു കാര്യം കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പൊ അങ്ങനെ ഈ കർത്താവിന്റെ 2-ാമത്തെ വരവെങ്കില് കർത്താവിന്റെ വചനം കൊണ്ടാണ് ന്യായവിധി ഉണ്ടാകുന്നത്. ആ വചനം കൊണ്ട് ഈ ഒരു ക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയൊക്കെ കൊല്ലുന്നതായിട്ടാണ് നമ്മളിവിടെ 21-ാമത്തെ ഭാഗത്തിൽ വായിച്ച. അവരുടെ മാംസം തിന്ന് സകല പക്ഷികൾക്കും തൃപ്തി വന്നു. ആ പക്ഷികളെയൊക്കെ വിളിച്ച് വലിയൊരു സദ്യ കൊടുക്കുന്നത് പോലെയുള്ള ഒരു മഹാസപ്പർ, അത്താഴം, മഹാദൈവത്തിന്റെ അത്താഴം, അല്ലെങ്കിൽ ദൈവത്തിന്റെ അത്താഴം, ഗ്രേറ്റ് സപ്പർ ഓഫ് ദ ലോർഡ് എന്നൊക്കെ നമ്മളവിടെ അതിന്റെ 17-ാമത്തെ വാക്യത്തില് ഗ്രേറ്റ് സപ്പർ ഓഫ് ഗോഡ് എന്ന് നമ്മളവിടെ വായിക്കുന്നു. 17-ാമത്തെ വാക്യത്തില് മഹാദൈവത്തിന്റെ അത്താഴം, അല്ലെങ്കിൽ ദൈവത്തിന്റെ അത്താഴം എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാം, ഗ്രേറ്റ് സപ്പർ ഓഫ് ഗോഡ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. അങ്ങനെ ഒരു ഗ്രേറ്റ് സപ്പർ ഒക്കെ കൊടുക്കുന്നു. കഴുകന്മാര് ശവമുള്ളെടുത്ത കഴുകന്മാരുള്ളതെന്നൊക്കെ കർത്താവിന്റെ വരവിനോടനുബന്ധിച്ച് കർത്താവ് ലൂക്കോസ് 17-ാം അധ്യായത്തിന്റെ അവസാനത്തോളം പറയുന്ന ആ വാക്യങ്ങളും ഒക്കെ നമ്മൾ ഇതിനോട് ചേർന്ന് ചിന്തിച്ചായിരുന്നു. അപ്പോ
ഈ ഹാനോക്കും ഏലിയാവും ഒക്കെ ജീവനോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടതുപോലെ ഇവിടെ എതിർക്രിസ്തുവും കള്ളപ്രവാചകനും ജീവനോടെ ഈ തീപ്പൊയ്കയിലേക്ക് പോകുന്ന ഒരു കാര്യമാണ് നമ്മളിവിടെ കാണുന്നത്. അവര് തീപ്പൊയ്കയിലോട്ട് പോകുന്നു. ഇപ്പം മരിക്കുന്നവരൊക്കെ എങ്ങോട്ടാ പോകുന്നത്? നരകത്തിലേക്ക് പോകുന്നത്. നരകം എന്ന് പറഞ്ഞാൽ ഈ തീപ്പൊയ്കയുടെ ഒരു ചെറിയൊരു തീ കുളം മാതിരിയാണ്, പോണ്ട് ഓഫ് ഫയർ മാതിരിയാണെന്നൊക്കെ നമ്മളിപ്പം 5 മ്യൂസിയം പുസ്തകത്തിൽ കഴിഞ്ഞ ആഴ്ച നമ്മളത് കണ്ടു. അപ്പൊ ആ നരകത്തിലേക്ക് പോകുന്നു ഇപ്പോ രക്ഷിക്കപ്പെടാതെ മരിക്കുന്നവര്. അതിന് ഒരിക്കലും അവസാനം പിന്നെ ഈ നരകവും കൂടെ തീപ്പൊയ്കയിലേക്ക് എറിഞ്ഞു കളയുന്ന ഒരു രംഗമാണ് വെളിപാട് 20-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തില്. ഈ തീപ്പൊയ്ക, രണ്ടാമത്തെ മരണം, ജീവപുസ്തകത്തിൽ അതിന്റെ 14-ാമത്തെ വാക്യത്തില് മരണത്തെയും പാതാളത്തെ എന്ന് പറയുമ്പോൾ ഈ നരകത്തെയും കൂടെ തീപ്പൊയ്കയിൽ തള്ളിയിടുന്ന ഒരു കാര്യമാണ് നമ്മൾ വായിക്കുന്നത്. പാതാളം അല്ലെങ്കിൽ ഹേഡീസ് അല്ലെങ്കിൽ നരകം എന്ന് പറയുന്ന ആ നരകവും കൂടെ, നരകം ഒരു ചെറിയൊരു തീ കുളമാണെന്നുണ്ടെങ്കിൽ ആ നരകവും കൂടെ അവസാനം തീപ്പൊയ്കയിലേക്ക് തള്ളിയിടുന്ന ഒരു കാര്യമാണ് നമ്മളിവിടെ വെളിപാട് 20-ന്റെ 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചത്. ഇനിയിപ്പോ നമ്മൾ വെളിപാട് 20-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം, അത് സാക്വിൻ ബ്രദറിന്റെ അന്തിമവിജയം പുസ്തകത്തിൽ അതിന്റെ 1-2 വാക്യങ്ങളുടെ ആ ഒരു എക്സ്പ്ലനേഷൻ ജേക്കബ് ഇപ്പോ അത് വായിക്കാൻ തുടങ്ങുമ്പോൾ അജ്ബേർ അതിന്റെ ആ കറസ്പോണ്ടിങ് പോർഷൻ ഡിസ്പ്ലേ ചെയ്യുമല്ലോ. വാക്യം 1-2. അനന്തരം ഒരു ദൂതൻ അഗാധത്തിന് താക്കോലും ഒരു വലിയ ചങ്ങലയും കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ടേക്ക് ചങ്ങലയിട്ടു. ഒരു ലഗ്യോനിലും അധികം ഭൂതങ്ങൾ ബാധിച്ച മനുഷ്യരിൽ നിന്ന് യേശു ഭൂതങ്ങളെ പുറത്താക്കിയപ്പോൾ ഞങ്ങളെ അഗാധകൂപത്തിലേക്ക് അയക്കരുതേ എന്നവ അപേക്ഷിച്ചു. ലൂക്കോസ് 8:31. സമയത്തിന് മുമ്പേ ദണ്ഡിപ്പിക്കരുതേ എന്നവ ദണ്ഡിപ്പിക്കുവാനാണോ അവിടുന്ന് വന്നത് എന്ന് ഭൂതങ്ങൾ യേശുവിനോട് ചോദിക്കുന്നു. മത്തായി 8:29. ഒരു നാളിൽ തങ്ങൾ അഗാധത്തിലേക്ക് അയക്കപ്പെടുമെന്ന് അവയ്ക്ക് അറിയാമായിരുന്നു. എന്നാൽ അന്ന് സമയം ആയിട്ടില്ലെന്നും അവയ്ക്ക് ബോധ്യമുണ്ടായിരുന്നു. ഒടുവിൽ ആ സമയം എത്തിയതായിട്ടാണ് നാം ഇവിടെ വായിക്കുന്നത്. സാത്താനും അവന്റെ സകല ഭൂതങ്ങളും അഗാധകൂപത്തിൽ 1000 ആണ്ടേക്ക് ബന്ധിക്കപ്പെടുന്നു. അധ്യായം 20-ാം അധ്യായത്തിന് ഒന്നാമത്തെ 2-ാമത്തെ വാക്യം നമ്മളിപ്പം വായിച്ചു കേട്ട അതിന്റെ എക്സ്പ്ലനേഷൻ സാക്ബറിന്റെ ഫൈനൽ ട്രയംഫ് ആൻഡ് ദി മ്യൂസിയം പുസ്തകത്തിൽ നമ്മളിപ്പം ആ പോർഷൻ വായിച്ചു കേട്ടു. അനന്തരം ദനൈസോ എന്ന് പറയുമ്പം ഈ ഒരു അർമുഖദ്വൻ യുദ്ധമൊക്കെ കഴിഞ്ഞ് കർത്താവ് തന്റെ രാജ്യത്വം സ്ഥാപിച്ച് ഒരു സഹസ്രാബ്ദ വാഴ്ച, ഒരു 1000 വർഷത്തേക്കുള്ള ഒരു ഭരണം, മില്ലേനിയൽ റെയിൻ എന്നൊക്കെ പറയുമ്പം നമുക്ക് സാധാരണ നമ്മുടെ മനുഷ്യ മനസ്സിനെ പോകും ഇതൊക്കെ വല്ല ഫെയറി ടെയിൽ, ഇതൊക്കെ 1000 വർഷക്കാലം ഏതാണ്ട് ഭരണമൊക്കെ നടക്കാൻ പോകും, അതൊക്കെ ആലങ്കാരികമായിരിക്കാം എന്നൊക്കെ നമ്മൾ ചിന്തിക്കാം. പക്ഷെ ദൈവവചനത്തിൽ അങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അതങ്ങനെ തന്നെ ആയിരിക്കും. സോ അനന്തരം ഒരു ദൂതൻ അഗാധത്തിന്റെ താക്കോലും, അപ്പൊ അഗാധം അല്ലെങ്കിൽ ബോട്ടംലെസ് പിറ്റ് അല്ലെങ്കിൽ അബിസ് എന്ന് പറയുന്ന ഒരു ഇടത്തെ കുറിച്ചാണ് നമ്മളിവിടെ വായിക്കുന്നത്. അത് നരകമല്ല, എന്ന ഒരു ബോട്ടംലെസ് പിറ്റ്, ആ ഒരു സാത്താന് ഈ അഗാധ കൂപത്തിലായിരിക്കും. അത് കഴിഞ്ഞിട്ട് സാത്താന്റെ ആ പതനത്തെ കുറിച്ചൊക്കെ അടുത്ത വേഴ്സിന്റെ എക്സ്പ്ലനേഷനിൽ നമ്മൾ അന്തിമ പുസ്തകത്തിൽ തന്നെ അത് വായിക്കുന്നുണ്ട്. അതൊന്നും ഞാൻ ഇപ്പോഴേ പറയുന്നില്ല. അപ്പം അവന് ആ അഗാധ കൂപം എന്ന് പറയുന്ന ഒരു ഇടം, അതുപോലെ ബോട്ടംലെസ് പിറ്റ്, അതുപോലെ ഒരു നിലയില്ലാ കയവെന്നോ അല്ലെങ്കിൽ അതുപോലെ ഒരു അതിന് ബോട്ടം ഇല്ലാത്ത തരത്തിലുള്ള വലിയൊരു കുഴി, അതുപോലെയുള്ള ഒരു ഇടത്തേക്ക് സാത്താനെ ബന്ധിച്ച് ബൈൻഡ് ചെയ്ത് 1000 വർഷക്കാലത്തേക്ക് ഇടുന്ന ഒരു കാര്യം നമ്മൾ വായിക്കുന്നത്. അപ്പം ഇവിടെ നമ്മൾ വായിക്കുന്നത് എന്ത്? അനന്തരം ഒരു ദൂതൻ, ഒരു ദൂതൻ എന്ന് വായിക്കുമ്പോൾ വലിയ ശക്തിയുള്ള ദൂതനോ ഏതോ ഒരു ദൂതൻ, ഒരു ജൂനിയർ ഏഞ്ചൽ. ഈ സാത്താന് അവന് വലിയ ദൂതനായിരുന്നു, അവൻ പ്രധാന ദൂതനായിരുന്നു. അവന് ലൂസിഫർ എന്നുള്ളൊരു പേരിലാണ് നമ്മള് പൊതുവെ അറിയപ്പെടുന്നത്. അതിന്റെ പേര് ബൈബിളിൽ വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും അപ്പൊ ആ രണ്ടാമത്തെ ദൈവം കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട അവനായിട്ട്, ദൂതന്മാരിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടവനായിട്ട് അവനായിരുന്നപ്പോ അവൻ ഈ ദൂതന്മാരെ എല്ലാം ഭരിച്ചിരുന്നവനായിരുന്നു. എന്ന് അവനെ നിഗളിച്ച് അവന് ദൈവത്തിന്റെ ന്യായവിധിക്ക് അധീനനായി. ഇപ്പൊ ഈ കാലത്തിന്റെ തികവില്
കർത്താവിന്റെ സഹസ്രാബ്ദ വാഴ്ചയില് അവനെ പിടിച്ചു കിട്ടാൻ ഒരു ദൂതൻ, അല്ലാതെ അവിടെ ഇത്ര ശക്തിയുള്ള ദൂതനോ അല്ലെങ്കിൽ സൂര്യനിൽ നിൽക്കുന്ന ദൂതനോ, നമ്മളിപ്പോ ഈ 19:17 വായിക്കുകയാണെങ്കിൽ ഒരു ദൂതൻ സൂര്യനിൽ നിൽക്കുന്നത് കണ്ടു, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ വായിക്കുന്നുണ്ട്. ഇപ്പൊ ഇവിടെ ആൻ ഏഞ്ചൽ കമ്മിങ് ഡൗൺ ഫ്രം ഹെവൻ, സ്വർഗത്തിൽ നിന്ന് വന്ന ഒരു ദൂതന്, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ഒരു ദൂതന് എന്താ ചെയ്തേ? അപ്പൊ അതായത് അവനാ നിഗളിച്ച് അവന്റെ ആ സ്ഥാനമെല്ലാം പോയപ്പോ ദൈവം അവനെ അഗാധ രൂപത്തിൽ പിടിച്ചിടാൻ ഒരു ചെറിയ ദൂതന്റെ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. അവൻ അത്രയ്ക്ക് നിസ്സാരനാണ്, അവൻ തോൽപ്പിക്കപ്പെട്ട ശത്രുവാണ്. ഇന്ന് ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം, അയ്യോ അവര് ഞങ്ങൾക്കെതിരെ കൂടോത്രം തന്നു, അവര് ഏതാണ്ട് മിഠായിയിൽ ഏതാണ്ട് ഒളിപ്പിച്ച് തന്നു, അതുകൊണ്ട് ഇന്ന അസുഖം ഉണ്ടായി എന്നൊക്കെ പറയുമ്പോൾ പിന്നെ യാക്കോബിനെതിരെ ആഭിചാരമില്ല, ഇസ്രായേലിനെതിരെ ക്ഷുദ്രപ്രവൃത്തി ഒന്നും ഇല്ല എന്നാണ് സംഖ്യാപുസ്തകം 23:23 പറയുന്നത്. നമ്മള് ഒരു നല്ല മനസാക്ഷിയോടെ ദൈവമുമ്പാകെ ആയിരുന്നാൽ, നമ്മളിപ്പം പൂർണ്ണരായിട്ടാരുമില്ല, എന്താ ദൈവമുമ്പാകെ നമുക്കൊരു നല്ല മനസാക്ഷി ഉണ്ട്, നമ്മൾ വെളിച്ചത്തിലാണ്. നമുക്ക് ദൈവത്തിന് മുമ്പാകെ നല്ല മനസാക്ഷി എന്ന് പറയുമ്പോഴാണ് അതാണ് നമ്മൾ വെളിച്ചത്തിലായിരിക്കുക എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ വെളിച്ചത്തിലായിരിക്കുമ്പോൾ ഇരുട്ടിന്റെ അധികാരിയായിട്ടുള്ള പിശാചിന് നമ്മളുടെ മേൽ എന്തെങ്കിലും അധികാരമുണ്ടോ? അവന് പുറത്തെറിയപ്പെട്ടവനാണ്, അവന് വിധിക്കപ്പെട്ടവനാണ്. അവന്റെ സ്ഥാനം എവിടാന്ന് ചോദിച്ചാൽ നമ്മുടെ കാലിന്റെ കീഴില, കാൽക്കീഴിൽ ചതച്ചറിയാൻ വേണ്ടി ഉള്ളിടമാണ്. കർത്താവ് ഓൾറെഡി അവന്റെ തല തകർത്തു കഴിഞ്ഞു കൽവരി കുരിശില്. അത് ഞാൻ പറഞ്ഞതല്ല, സ്ത്രീയുടെ സന്തതി സാത്താന്റെ തലയെ തകർക്കൂ എന്ന് ഉൽപ്പത്തി പുസ്തകം 3-ാം വാക്യമാണ്. അത് ക്രൂശിൽ നിറവേറി. ആ മരണത്തിന്റെ അധികാരിയായിരുന്നവനെ കർത്താവ് നിരായുധനാക്കിയതായിട്ട് കൊളോസ്യർ 2:14-15 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എബ്രായർ 2:14-15 വാക്യങ്ങളിൽ ആ മരണത്തിന് അധികാരിയായിരുന്നവനെ ഹി വാസ് റെൻഡേർഡ് പവർലെസ് എന്നാ നമ്മള് ഇംഗ്ലീഷിൽ വായിക്കുന്നേ. എന്നെ മലയാളത്തിൽ എങ്ങനെ വായിക്കുന്നതെന്ന് കൂടെ നോക്കിക്കോട്ടെ. എബ്രായർ 2:14-15 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഒരു നല്ല മനസാക്ഷി ഉണ്ടെങ്കിൽ ദൈവമുമ്പാകെ നമ്മള് താഴ്മയോടെ, ദൈവം തന്ന വെളിച്ചത്തിനൊത്തവണ്ണം നമ്മൾ മുമ്പാകെ താഴ്മയോടെ ഒരു നല്ല മനസാക്ഷിയോടെ നമ്മളായിരിക്കുവാണെങ്കിൽ അങ്ങനെ സാത്താന്റെ ഒരു കാര്യങ്ങൾ നമ്മളെ ബാധിക്കേണ്ട ഒരു കാര്യമില്ല. തന്റെ മരണത്തിൽ നിൽക്കുന്ന 14-ാമത്തെ വാക്യം, എബ്രായർ 2:14, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകുകൊണ്ട് അവനും അവരെപ്പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന് അധികാരിയായ പിശാചിനെ, മരണത്തിന് അധികാരം ഒരു സമയത്ത് പിശാചിന് ഉണ്ടായിരുന്നു, എന്ന ക്രൂശിലെ ആ അധികാരമൊക്കെ കർത്താവ് തട്ടിത്തെറിപ്പിച്ച് കർത്താവ് അധികാരം ഇനി വാങ്ങിച്ചു. മരണത്തിന് അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ, അതായത് യേശു കർത്താവ് സ്വന്തം ക്രൂശിൽ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ, എപ്പം മരിച്ചു, എനിക്ക് എന്തെങ്കിലും പറ്റുമോ, എനിക്ക് അത് വരുമോ, ക്യാൻസർ വരുമോ, കോവിഡ് വരുമോ, അല്ലെങ്കിൽ എനിക്ക് വേറെ എന്തെങ്കിലും പറ്റി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെയൊക്കെ കർത്താവ് വിടുവിച്ചു. ഈ ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയുന്നത്, that he might through death he might render powerless him who had the power of death. render powerless എന്നുള്ളതിന് ഇവിടെ മലയാളത്തില് നീക്കി എന്ന് കൊടുത്തിരിക്കുന്നത്. തന്റെ മരണത്താൽ കർത്താവ് മരണത്തിന് അധികാരി പിശാചിനെ നീക്കിയിട്ട് മരണഭീതിയിലായിരുന്ന നമ്മളെയൊക്കെ ആ ഭീതിയിൽ നിന്ന് കർത്താവ് വിടുവിച്ചു. അതാണ് നമ്മൾ വായിക്കുന്നത്. നീക്കി മൈറ്റ് ഫ്രീ ദോസ് ഹു ത്രൂ ദ ഫിയർ ഓഫ് ഡെത്ത് വേ സബ്ജക്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള ഒരു ഭയങ്ങളോ ദോഷങ്ങളോ ഇന്ന ദോഷങ്ങള് എനിക്ക് ഉണ്ടാവൂ, ഞാൻ കർത്താവിലേക്ക് വന്നു, ഇനിയിപ്പം ബാക്കിയുള്ള വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങള്, എന്തെങ്കിലുമൊക്കെ ദോഷങ്ങളും ശാപങ്ങളും ഒക്കെ നമ്മളെ പിന്തുടർന്ന് വരുവോ, നമ്മളെ വിട്ടുവന്ന് എന്തെങ്കിലുമൊക്കെ, അങ്ങനെയൊന്നും ഒന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. പിശാചിന് നമ്മളെ പേടിക്കേണ്ട അവസ്ഥയാണ് ഉണ്ടാവേണ്ടത്. എപ്പോഴാണ് പിശാചിന് നമ്മളെ പേടിയാവുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ കർത്താവിന്റെ കൂടെ അങ്ങ് ചേർന്ന് നിന്നാൽ മതി. എന്ന് പറഞ്ഞാൽ എന്താ, ദൈവത്തിന് കീഴടങ്ങുവിൻ. യാക്കോബ് 4:7 വാക്യത്തിൽ ജെയിംസ് 4:7 എന്താ പറയുന്നത്, സബ്മിറ്റ് therefore to God, resist the devil and he will flee away from you. അതാ, ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനെ എതിർത്ത് നിൽക്കുവിൻ, അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. എന്ത് സ്പീഡിൽ ഓടിപ്പോകുമെന്ന് വെച്ചാൽ ലൈറ്റിന്റെ സ്പീഡിൽ അവന്റെ ട്രാവലിനാണ് നമ്മള് ലൂക്കോസ് 10-ാം അവൻ ഒരു മിന്നൽ പോലെ വീണതായിട്ടാണ് യേശു കണ്ടത്. മിന്നലിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 3 to 10⁻⁸ മീറ്റർ/സെക്കൻഡ്. അപ്പൊ പിശാചി എന്ന് പറഞ്ഞാല് അടുത്ത നിമിഷം അവന് 3 കഴിഞ്ഞിട്ട് ഒരു 8 പൂജ്യം കൂടി ഇട്ട അത്രയും മീറ്റർ അകലെയായിരിക്കും, അത്രയും ദൂരമായിരിക്കും അവന് നമ്മുടെ അടുക്കല് വരാൻ സാധിക്കത്തില്ല. അപ്പൊ ആ ഒരു സർപ്പത്തിന്റെ തല
തകർത്ത് കളഞ്ഞാൽ പിന്നെ വാലിട്ട് കുറച്ച് നേരമായിട്ട് ആട്ടി ആൾക്കാരെ പേടിപ്പിക്കാൻ നോക്കും. എന്നാൽ അവന്റെ തകർന്ന തലയെ കണ്ടു കഴിഞ്ഞാൽ നമ്മളൊന്നും പേടിക്കേണ്ട കാര്യമില്ല. അപ്പൊ ആ ഒരു ധൈര്യം ദൈവമക്കൾക്ക് ഉണ്ടാവണം. ആ ഒരു അധികാരം ദൈവമക്കൾക്ക് ഉണ്ടാവണം. അത് നമ്മളെന്തോ വലിയ ദൈവദാസനും വലിയ പ്രവാചകനും വലിയ ആളായാലേ എന്നുള്ളതല്ല. ആ പിശാചിന്റെ മേൽ ദൈവം നമുക്ക് ഓരോരുത്തർക്കും അധികാരം തന്നിട്ടുള്ളതാണ്. അത് ദൈവത്തിന്റെ നമ്മൾ ഓരോരുത്തർക്കും എന്ന് പറയുമ്പോൾ നമ്മൾ കർത്താവിനായിട്ട് നമ്മെ തന്നെ സമ്പൂർണ്ണമായിട്ട് സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കുള്ള വെളിച്ചത്തിനനുസരിച്ച് കർത്താവി എന്റെ ജീവിതത്തെ ഞാൻ അങ്ങേക്കായിട്ട് സമർപ്പിക്കുന്നു. ശരിയാണ്, നമ്മുടെ ജീവിതത്തിലെ താഴ്ചകളോ വീഴ്ചകളോ എന്തെങ്കിലുമൊക്കെ ഇതെല്ലാം നമ്മളിത് പൂർണ്ണരൊന്നും അല്ല, നമ്മൾ ആരും പൂർണ്ണരല്ല. എന്നാൽ നമുക്കുള്ള വെളിച്ചത്തിൽ കർത്താവി സമ്പൂർണ്ണമായിട്ടും കർത്താവോട് മാത്രം ചെയ്യുവാനായിട്ട് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള ശിഷ്യന്മാർക്കാണ്, അങ്ങനെ എല്ലാം വിട്ടുതിരിഞ്ഞ ശിഷ്യന്മാർക്ക് കർത്താവ് കൊടുത്ത അധികാരമാണ്. ലൂക്കോസ് 10-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ എന്താ നമ്മൾ വായിക്കുന്നത്? ലൂക്കോസ് 10-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തില് ബിഹോൾഡ് ഐ ഹാവ് ഗിവൺ യു അതോറിറ്റി, അതാ വായിക്കുന്നത്. പാമ്പുകളും തേളുകളും ഒക്കെ ഇന്ന് നിർഭാഗ്യവശാൽ അനേകര് അവരുടെ അജ്ഞതയിൽ ആരാധിക്കുന്നതാണ് ഇതൊക്കെ. എന്നാൽ അതൊക്കെ പിശാചിനെ കുറിക്കുന്ന കാര്യങ്ങളാണ്. പിശാചിന്റെ ശക്തികളെയും ഭൂതഗണങ്ങളെയൊക്കെ കുറിക്കുന്ന കാര്യങ്ങളായത്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാന്. ശത്രുവിന് എന്തുണ്ട്? ബലമുണ്ട്. ബലമില്ലെന്ന് ആരും പറയുന്നില്ല. അവൻ എന്തൊക്കെയോ ചെയ്തു കൂട്ടാനുള്ള കുറച്ച് ബലമുണ്ട്. ദൈവം അവൻ പ്രധാന ദൂതനായിരുന്ന സമയത്ത് അവന് കൊടുത്ത ചില ഗിഫ്റ്റ്സ്, ചില വരങ്ങള്, ചില അതീന്ദ്രിയ ശക്തികൾ അവൻ ഇന്നും ഉണ്ട്. അതും എടുത്തുകൊണ്ട് അവൻ ഇന്ന് ആൾക്കാരെ വഞ്ചിച്ച് വശീകരിച്ച് എല്ലാം അവന്റെ പക്ഷത്താക്കാൻ വേണ്ടി അവൻ നെട്ടോട്ട് ഓടുന്നേ. എന്നാൽ ആ ശത്രുവിന് സകല ബലത്തെയും ചവിട്ടുവാൻ, ടു ട്രാമ്പിൾ അണ്ടർ ഫുട്ട്, ടു ട്രെഡ്, ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. അവന് ബലം ഉണ്ടായിരിക്കും, എന്നാൽ ആ ബലത്തിന്റെ മേലെ എന്തുണ്ട്? അധികാരമുണ്ട്. ആർക്കാ? നമുക്ക്. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയില്ല. നത്തിങ് വിൽ ഇൻജോയ് യു. ഒന്നും നിങ്ങൾക്ക് ദോഷം വരുത്തുകയില്ല. അത് കർത്താവിന്റെ നമ്മൾ. പക്ഷെ നമുക്ക് എപ്പോഴാണ് ദോഷം വരുത്തുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ പിശാചിന്റെ കൂടെ ബാക്കിയുള്ളവർ ക്ഷമിക്കാതെ, അയ്യോ അവരങ്ങനെ കൂടോത്രം ചെയ്തായിരിക്കും, അതുകൊണ്ട് അവര് മുടിഞ്ഞു പോണേ, അല്ലെങ്കിൽ അവർക്ക് ഇന്നത് വരണേ എന്നൊക്കെ നമ്മള് ആൾക്കാരോട് ക്ഷമിക്കാതെ അവരോട് കയ്പും വിരോധവും ഒക്കെ ആയിട്ടിരുന്ന ഇതൊക്കെ നമ്മളെ എഫക്ട് ചെയ്യും. എന്ന് വെച്ചാൽ നമ്മൾ പിശാചിന്റെ കൂടെ കൈകോർത്ത്, പിശാചി ഞാനും നീയായിട്ട് നല്ല കൂട്ടായ്മയാണ്, ഞാനും നിന്റെ കൂടെ ഇരുട്ടിലിരിക്കുമെന്ന് പറഞ്ഞ് പിശാചിന് വളരെ സന്തോഷം, നല്ല ദോസ്തുക്കളായിട്ട് അപ്പം ഈ പിശാചിന്റെ ആക്രമണമൊക്കെ സഹിക്കേണ്ടി വരും. എന്നാൽ നമ്മള് ഹി ഹാസ് നത്തിങ് ഇൻ മീ, ദ റൂളർ ഓഫ് ദി വേൾഡ് ഇസ് കമ്മിങ് ആൻഡ് ഹി ഹാസ് നത്തിങ് ഇൻ മീ. അതാ നമ്മുടെ കർത്താവ് പറഞ്ഞ്. എന്താ ഇവിടെ യോഹന്നാൻ 14:29 എന്താ കർത്താവ് പറഞ്ഞ്? ഈ ലോകത്തിന്റെ പ്രഭു വരുന്നു, അവന് എന്നിലൊന്നുമില്ല, എന്നിൽ ഒരു ഇടവും ഇല്ല. യോഹന്നാൻ 14:30 വാക്യം. യോഹന്നാൻ 14:30 വാക്യത്തിൽ ഞാൻ ഇനി നിങ്ങളോട് വളരെ സംസാരിക്കുന്നത് ലോകത്തിന്റെ പ്രഭുവായിട്ടുള്ള പിശാച് വരുന്നു, അവൻ എന്നോട് ഒരു കാര്യവുമില്ല. ഹി ഹാസ് നത്തിങ് ഇൻ മീ, അവന് എന്നിൽ ഒരു ഇടവും ഇല്ല. അങ്ങനെ നമ്മള് ഒരു നല്ല മനസാക്ഷിയോടെ നമ്മളിപ്പോ അപ്പോസ്തലപ്രവൃത്തികൾ 24:16 പൗലോസ് നല്ല മനസാക്ഷി, ദൈവത്തിന്റെയും മനുഷ്യരുടെയും വിഭാഗം നമുക്കൊരു നല്ല മനസാക്ഷിയുണ്ട്. ദൈവാത്മാവിനാലും നിറയപ്പെടാനായിട്ട് നമ്മെ തന്നെ നമ്മള് ഏൽപ്പിച്ചു കൊടുത്ത് ആ ഒരു നല്ല മനസാക്ഷിയോട് വിശ്വാസത്താല് നമ്മൾ ആ ഒരു ദൈവത്തിന്റെ വെളിച്ചത്തിലായിരിക്കുമ്പോൾ പിശാചിന് നമ്മളുടെ യാതൊരു ഇടവും ഇല്ല. പിശാചിന് നമ്മളെ വിട്ട് ഓടിപ്പോവുകയും ചെയ്യും. അത് മാത്രമല്ല, പിശാചിന്റെ മേലെ നമുക്ക് അധികാരമുണ്ട്. നമുക്ക് യേശുവിന്റെ നാമത്തിൽ ഭൂതങ്ങളെ വരെ നമുക്ക് കാസ്റ്റ് ഔട്ട് ചെയ്യാൻ പറ്റും. ഞാനത് എന്റെ തന്നെ സാക്ഷിയൊക്കെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ. സാങ്ക്വേർ നമ്മൾ ഒത്തിരി സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്, ഭൂതങ്ങളെ പുറത്താക്കിയിട്ടുള്ളത്. ഇത് ഞാൻ സൈക്യാട്രിസ്റ്റ് ആയതുകൊണ്ട് എനിക്ക് വരുന്ന പേഷ്യൻസിന് ഒരു ചെറിയ പ്രൊപ്പോർഷൻ, ചില കൂടുതൽ പേഷ്യൻസ് മനസ്സിന്റെ പല പ്രയാസങ്ങളുമായിട്ട് വരുന്നവരെയാണ്. ചിലര് ഈ ഒരു ഭൂതബാധയായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ആൾക്കാരും വളരെ ചുരുക്കം പേരിലുണ്ടാവുന്ന കേസസ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ വെല്ലൂരായിരുന്നപ്പോഴും കരികിരിയിലായിരുന്നപ്പോഴും ഇവിടെ കരുനാഗപ്പള്ളിയായപ്പോഴും ഒക്കെ. എന്നാൽ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകുന്നു പറഞ്ഞപ്പം ഈ ഭൂതമൊക്കെ വിട്ടുപോയി അവരങ്ങ് ഡെലിവേർഡ് ആവുന്ന കാര്യം കണ്ണുകൊണ്ട് കാണാനും ഈ കാര്യങ്ങളൊക്കെ ഒരു എന്താ പറയുക മായക്കഥയോ ഫെയറി ടെയിൽസ് ഒന്നും അല്ല, ഇതൊക്കെ യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം പിശാച് യഥാർത്ഥത്തിൽ ഉണ്ട് എന്ന അവന്, പിശാചും ഭൂതഗണങ്ങളും ഒക്കെ ഉണ്ട് എന്ന അവന് നമ്മളുടെ മേല് ഒരു അധികാരവും ഇല്ലെന്ന് മാത്രമല്ല, നമ്മളുടെ മേലെ നമ്മുടെ കുടുംബത്തിലെ ഒരു അധികാരവും അവന് ആവേണ്ട കാര്യമില്ല. നമ്മള് ഒരു നല്ല മനസാക്ഷിയോടെ ദൈവത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ ആയിരിക്കുന്നുവെങ്കിൽ. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ ആരൊക്കെ എന്തൊക്കെ ഇനി നമുക്കെതിരെ എന്തെങ്കിലും ചെയ്തെന്ന് പറഞ്ഞാലും നമുക്ക് ആരെവിടെങ്കിലും നമുക്ക് ഇപ്പൊ ഈ ഇതുപോലൊക്കെയുള്ള ഇത് കൂടോത്രവും അതുമൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ചിലരിങ്ങനെ ഭയമായിട്ടൊക്കെ പറയുന്നവരോട് ഞാൻ പറയും, നമ്മള്
ഞാൻ അങ്ങനെയുള്ളവരോട് പറയും, ഇപ്പൊ ഈ ലോകത്തിലുള്ള എല്ലാവരും കൂടെ എനിക്കെതിരെ കൂടോത്രം ചെയ്താലും ഒന്നും യേശത്തില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. അതുകൊണ്ട് ഇതിന് അത്രേ ഉള്ളൂ ഉള്ളൊരു കാര്യം. നമുക്ക് കർത്താവിലുള്ള ഒരു കോൺഫിഡൻസ് അത്രേ ഉണ്ടെന്നുള്ളൊരു കാര്യം മറ്റുള്ളവരെ എൻകറേജ് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ ഞാൻ അവരോട് പറയാറുണ്ട്. അപ്പം അത് നമ്മളുടെ എന്തെങ്കിലും ശക്തി കൊണ്ടല്ല, നമ്മള് വട്ടപൂജ്യമായിട്ട് കർത്താവിനോട് അങ്ങ് പറ്റിച്ചേർന്നിരുന്നാൽ മതി. അപ്പം ഈ പിശാച് നമ്മൾ പേടിച്ച് ഓടിപ്പോകും. അപ്പൊ ഇന്ന് നമ്മൾ പിശാചിനെയും പേടിച്ചുകൊണ്ട് അങ്ങനെ മരണഭീതിയും ബാക്കി പല കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ ഇരിക്കാനാണെന്നുണ്ടെങ്കിൽ അത് വളരെ കർത്താവിന് വളരെ വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. അപ്പൊ നമ്മളിവിടെ വായിക്കുന്ന ഈ ഒരു ചെറിയ ദൂതന്റെ ആവശ്യമേ ഉള്ളൂ അവനെ അഗാധ രൂപത്തില് ഇട്ടടയ്ക്കാന്. അപ്പം ഒരു ദൂതൻ, അതാ നമ്മൾ 20 അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ അനന്തരം ഒരു ദൂതൻ അഗാധത്തിന്റെ താക്കോലും, അപ്പൊ അവിടെ ഒരു താക്കോലിന്റെ കാര്യമൊക്കെ നമ്മൾ വായിക്കുന്നത്. അപ്പൊ അതുപോലെ ഒരു ആത്മീയമായിട്ടുള്ള ഭാഷയില കാര്യങ്ങൾ, ലിറ്ററൽ ആയിട്ടുള്ള ഒരു ഇരുമ്പ് താക്കോലും ഒന്നും ആയിരിക്കത്തില്ല. അതുപോലെ ആത്മീയമായിട്ടുള്ള ചില ഭാഷകളാണ് നമ്മളവിടെ വായിക്കുന്നത്. അഗാധത്തിന്റെ താക്കോല്, ദ കീ ഓഫ് ദ അബിസ്, അല്ലെങ്കിൽ ബോട്ടംലെസ് പിറ്റ്. അഗാധത്തിന്റെ താക്കോലും ഒരു വലിയ ചങ്ങലയും. ഇപ്പം വലിയൊരു ചങ്ങലയൊക്കെ വേണം ഇവനെ ഒന്ന് അടക്കി നിർത്താൻ. ഇപ്പം ചങ്ങലയും കയ്യിൽ പിടിച്ചുകൊണ്ട്, അപ്പൊ അക്ഷരികമായിട്ട് ചങ്ങല ആയിരിക്കത്തില്ല, അല്ല ആത്മീയമായിട്ടുള്ള ഭാഷയിലാണ് നമ്മൾ പറയുന്നത്. ഇപ്പം അതുപോലെ അവനെ ഇപ്പൊ ചങ്ങല വെച്ച് ഒരാളെ ബന്ധിച്ച, അതുപോലെ താക്കോലിട്ട് പൂട്ടിയ പിന്നെ അവന് പുറത്തിറങ്ങാൻ ഒക്കത്തില്ല എന്ന അവസ്ഥയിൽ അവനെ അകത്തക്കവണ്ണം ദൈവമാക്കുന്നു എന്നുള്ളത്. അപ്പൊ അക്ഷരികമായിട്ടൊരു ചങ്ങലയും ആയിട്ട് ഒരു താക്കോലുമായിട്ട് വരുന്നു എന്നുള്ളതല്ല, എന്നാൽ ആലങ്കാരികമായിട്ടുള്ള ഭാഷയില ഇത് വെളിപാട് പുസ്തകം എഴുതിയിരിക്കുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. ആ ഒരു ആലങ്കാരികമായ ഭാഷയിലാണ്, സിഗ്നിഫൈ ചെയ്താണ്, സയൻസിലൂടെയാണ് അറിയിച്ചിരിക്കുന്നത് എന്നാണ് വെളിപാട് 1:1 തന്നെ നമ്മൾ വായിക്കുന്നത്. പ്രദർശിപ്പിച്ചു എന്നുള്ള ആ വാക്യം, അതിന്റെ ഗ്രീക്ക് വാക്ക് സിമൈനോ എന്ന് പറഞ്ഞാൽ ടു സിഗ്നിഫൈ, ടു ഗീവ് സൈൻസ്. അപ്പം ആ ഒരു അടയാളങ്ങളോടെ ആണ് യോഹന്നാൻ ഈ കാര്യങ്ങൾ കാണിച്ചു കൊടുത്തത്. അപ്പം ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ, ആത്മീയമായിട്ടുള്ള പല യാഥാർത്ഥ്യങ്ങൾ നമുക്ക് മനുഷ്യർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ എഴുതിയിരിക്കുക. വലിയ ചങ്ങലയും കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ പിശാചും. അപ്പൊ ഇവന്റെ പല പല നാമധേയങ്ങള്, പര്യായപദങ്ങളൊക്കെ നമ്മളിവിടെ കാണുന്നുണ്ട്. പിശാജ് എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ, പിശാച് എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ വഞ്ചകൻ, ഡിസീവർ എന്നുള്ള കാര്യമൊക്കെ, ഡയബോളോസ് എന്നുള്ള വാക്കെന്നൊക്കെ നമ്മൾ കണ്ടായിരുന്നു. സാത്താൻ എന്ന് പറഞ്ഞാല് എതിരാളി, അഡ്വേഴ്സറി എന്നാണ് സാറ്റാനാസ് എന്നുള്ള ഒരു വാക്കിന്റെ അർത്ഥം എന്നൊക്കെ നമ്മള് ഈ വെളിപാട് പുസ്തകം ചിന്തിക്കുന്ന വേളയിൽ തന്നെ നമ്മള് ആ കാര്യം കണ്ടായിരുന്നു. സാറ്റാനാസ് എന്നുള്ള ഒരു ഗ്രീക്ക് പദമാണ്. സാറ്റാനാസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്ന് പറഞ്ഞാല് അഡ്വേഴ്സറി, പ്രതിയോഗി, ശത്രു എന്നാണ് അതിന്റെ അർത്ഥം. ഡെവിൾ എന്നുള്ള ആ വാക്കിന്റെ അർത്ഥം അത് ഡൈബോളോസ് എന്നുള്ളൊരു വാക്ക്. അതിന് ഫോൾസ് അക്യൂസർ, പിശാച് എന്നുള്ള വാക്ക്, അല്ലെങ്കിൽ ആ ഡയബോളോസ് എന്നുള്ള, ഡെവിൾ എന്നുള്ള ആ വാക്കിന്റെ അർത്ഥം സ്ലാൻഡറർ, ഫോൾസ് അക്യൂസർ, അതായത് കുറ്റം ചുമത്തുന്നവൻ, തെറ്റായി കുറ്റം ചുമത്തുന്നവൻ എന്ന, പരദൂഷണം പറയുന്നവൻ, തെറ്റായി കുറ്റം ചുമത്തുന്നവൻ എന്നൊക്കെയാ ആ വാക്കിന്റെ അർത്ഥം. അപ്പം ആ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പ്, അവനൊരു പാമ്പായിരുന്നു ഏറ്റവും ക്ലവറായിട്ടുള്ള ഒരു മൃഗം, ഏറ്റവും ബുദ്ധി കൂർമ്മതയുള്ള ഒരു മൃഗം. ആ പാമ്പിലൂടാണ് സാത്താൻ ഹവ്വയെ, ആദാമിനെ പ്രലോഭിപ്പിക്കുന്നതായിട്ട് നമ്മൾ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ കാണുന്നത്. ഇപ്പം അന്ന് പാമ്പ് ഇതുപോലെ ഇഴഞ്ഞടക്കുന്നതായിരുന്നില്ല. പിന്നീട് പാമ്പിനെ ദൈവം ശപിച്ചതിന് ശേഷമാണ് അവന് ഇതുപോലെ പാമ്പിന്ന് ഇഴഞ്ഞടക്കുന്ന ആ ഒരു സ്ഥിതിയിലായത്. അപ്പോ ആ പഴയ പാമ്പ്, ദ സർപ്പന്റ് ഓഫ് ഓൾഡ്, ഇത് നമ്മൾ വായിക്കുന്നത്. പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പം, അതാ ഗ്രേറ്റ് സർപ്പൻ അല്ലെങ്കിൽ ഡ്രാഗൺ, മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ടുകളിലേക്ക് ചെങ്ങലയിട്ടു, ഫോർ 1000 years എന്നുള്ളൊരു കാര്യം നമ്മളിവിടെ വായിക്കുന്നത്. അപ്പം നമ്മളിപ്പം അന്തിമോചന പുസ്തകത്തിൽ നമ്മൾ 2 വാക്യത്തിന് റെഫറൻസ് കണ്ടു. ലൂക്കോസ് 8-ാം അധ്യായത്തിന് 31-ാമത്തെ വാക്യം. അവിടെ നമ്മൾ കർത്താവ് ഈ ഒരു മനുഷ്യനുണ്ടായിരുന്ന ലെഗിയോൻ ഭൂതങ്ങളെ പുറത്താക്കുന്നതായിട്ട് നമ്മളവിടെ കാണുന്നുണ്ട്. ലൂക്കോസ് 8-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യത്തില് എന്താ നമ്മളവിടെ വായിക്കുന്നത്? ലെഗിയോൻ എന്നുള്ളൊരു വാക്ക് അതിന്റെ തൊട്ട് മുമ്പേ 30-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്. യേശു അവനോട് നിന്റെ പേര് എന്തെന്ന് ചോദിച്ചു. അതായത് അവിടെ ഗദരദേശത്ത് കർത്താവ് ചെല്ലുമ്പോൾ അവിടെ 2 മനുഷ്യരുടെ കാര്യം നമ്മളവിടെ വായിക്കുന്നുണ്ട്. മർക്കോസ് 5-ാം അധ്യായത്തിൽ 2 മനുഷ്യരുടെ കാര്യം വായിക്കുന്നുണ്ട്. എന്നാൽ മാനസാന്തരപ്പെട്ട ഒരു മനുഷ്യനെ കുറിച്ചാണ് ഇവിടെ ലൂക്കോസ് 8-ാം അധ്യായത്തില് ഒരു മനുഷ്യനെ കുറിച്ച് പരിശുദ്ധാത്മാവ് എടുത്തു പറയുന്നത്. അപ്പം നിന്റെ പേര് എന്തെന്ന് ചോദിച്ചു. അനേകം ഭൂതങ്ങൾ അവനെ ബാധിച്ചിരുന്നത് കൊണ്ട് ലെഗിയോൻ എന്ന് അവൻ പറഞ്ഞു. അപ്പോ അവനെന്താ, ആ ഭൂതങ്ങള് എന്താ ചെയ്തേ? പാതാളത്തിലേക്ക്, അതായത് ഈ അബിസ്സിലോട്ട്, പാതാളത്തിലേക്ക് പോകുവാൻ, അബിസ് എന്നുള്ള വാക്ക്
അതാ നമ്മൾ അബുസാസ് എന്നുള്ളൊരു ഗ്രീക്ക് പദം, ബോട്ടംലെസ് പിറ്റ് അല്ലെങ്കിൽ അബിസ് എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അതായത് ബോട്ടംലെസ് പിറ്റ്, അതിന്റെ ആഴമില്ലാത്തൊരു കുഴി എന്ന് പറഞ്ഞാൽ എന്തുമായിരിക്കും? അങ്ങ് എപ്പോഴും കുഴിയിൽ വീണുകൊണ്ടേയിരിക്കുന്ന ഒരവസ്ഥ. അപ്പൊ ഈ 1000 വർഷക്കാലവും സാത്താൻ ഇതുപോലെ കുഴിയിൽ വീഴുന്ന ഒരു അവസ്ഥയിലേക്കായിരിക്കും, അവൻ വീണുകൊണ്ടേയിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക്. എത്ര വലിയൊരു പരിതാപകരമായിട്ടുള്ളൊരു കാര്യം. എന്നാൽ ഇതൊക്കെ ഈ വെളിപാട് പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുള്ളത് കൊണ്ടാണ് വെളിപാട് പുസ്തകം പഠിക്കാന് വിശ്വാസികളെ എങ്ങനെയെങ്കിലുമൊക്കെ വിലക്കാൻ അല്ലെങ്കിൽ അവരെ ഒന്ന് ബിസിയാക്കാന് ദൈവം നോക്കുന്നത്. വെളിപാട് പുസ്തകവും അവന്റെ നിത്യമായിട്ടുള്ള അവസ്ഥയെക്കുറിച്ചൊക്കെ പറയുന്ന പുസ്തകം. അപ്പൊ അതുകൊണ്ട് ഈ വെളിപാട് പുസ്തകം ദൈവമക്കളെ വായിക്കാനും അറിയാനും ഒന്നും പിശാച് ആഗ്രഹിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ബൈബിൾ സ്റ്റഡി നടക്കുമ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് എല്ലാവരെയും ബിസിയാക്കണം. നാളെ പരീക്ഷയാണ്, മറ്റന്നാൾ പരീക്ഷയുണ്ട്, അടുത്ത വർഷം എന്തെങ്കിലും കാര്യങ്ങളുണ്ട്, അയ്യോ എനിക്ക് അടുക്കളയിൽ എന്താവുന്നു, അല്ലെങ്കിൽ അയൽവക്കത്ത് എന്തെങ്കിലും ശബ്ദം കേൾക്കുന്നു. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അങ്ങ് ഡൈവേർട്ടഡ് ആയിട്ട് ഡിസീവ്ഡ് ആയിട്ടിരുന്ന പിശാചിന് പിന്നെ നമ്മൾ വഞ്ചിച്ചുകൊണ്ടിരിക്കാം. പിശാച് തോൽപ്പിക്കപ്പെട്ട ശത്രുവൊന്നും അറിയാതെ അവൻ നിരായുധൻ, അവന്റെ ആയുധവർഗ്ഗം എടുക്കപ്പെട്ടു എന്ന് കൊളോസർ 2:15 പറയുമ്പോൾ അതൊന്നും കേൾക്കാൻ അത് കേൾപ്പിക്കാതെ എങ്ങനെയെങ്കിലും ഒക്കെ അങ്ങ് ഇവരെയും എങ്ങനെയെങ്കിലും ഇതുങ്ങളിലും മാക്സിമം ആരെങ്കിലും ഒക്കെ എടുത്തുകൊണ്ട് പോകണം, വഞ്ചിച്ചുകൊണ്ട് പോകണം. ഇനിയിപ്പോൾ വഞ്ചിച്ചങ്ങ് പിശാചിന്റെ പക്ഷത്തേക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിലും 100 ഫലം കഴിക്കാതെ അറ്റ്ലീസ്റ്റ് 60-30 ആക്കണം, അറ്റ്ലീസ്റ്റ് മാർക്കെങ്കിലും കുറയ്ക്കണം എന്നുള്ള ആഗ്രഹമാണ് പിശാചിന് ഉള്ളത്. എന്നാൽ അതൊരു വൃഥാമോഹമാക്കി വ്യാമോഹമാക്കണം നമ്മൾ ഓരോരുത്തരും. അതാണ് അതിന്റെ 31 വാക്യത്തില്, ലൂക്കോസ് 8:31 പാതാളത്തിലേക്ക് പോകുവാൻ കൽപ്പിക്കരുത് എന്ന് അവനോട് അപേക്ഷിച്ചു. ഇതേ പോർഷൻ തന്നെ നമ്മൾ മത്തായി 8-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ മത്തായി 8:29 സമയത്തിന് മുമ്പേ അയക്കരുത്. ഇവിടെ നമ്മൾ വായിക്കുന്നത് എന്താ? നോട്ട് ടു കമാൻഡ് ദം ടു ഗോ അവേ ഇൻടു ദ യു, ഞങ്ങളെ പാതാളത്തിലേക്ക് അയക്കരുത്. അപ്പം പാതാളത്തിലേക്ക് തങ്ങൾക്ക് പോകേണ്ടതായിട്ടുണ്ട് എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് ഈ ഭൂതാത്മാക്കൾക്ക് സൂചന ലഭിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. മത്തായി 8-ാം അധ്യായത്തിന്റെ 29 വാക്യത്തില് അവിടെ നമ്മൾ 2 പേരെ കുറിച്ച് വായിക്കുന്നുണ്ട്, ഇതേ പോർഷൻ തന്നെ. എന്നാൽ ഒരാളാണ് പിന്നെ മാനസാന്തരപ്പെട്ട് കർത്താവിന്റെ കാൽക്കൽ ഇരുന്നതായിട്ടൊക്കെ ഇതേ ലൂക്കോസ് 8:35 നമ്മൾ വായിക്കുന്നത്. അപ്പൊ അതുകൊണ്ടായിരിക്കും പരിശുദ്ധാത്മാവ് ഒരാളെ കുറിച്ച് എടുത്ത് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത്, എടുത്തു പറയുന്നതായിട്ട്. മത്തായി 8-ാം അധ്യായത്തിന്റെ 28 അവൻ അക്കരെ ഗദരേന്യരുടെ ദേശത്ത് എത്തിയപ്പോൾ 2 ഭൂതഗ്രസ്ത ശവക്കല്ലറകളിൽ നിന്ന് പുറപ്പെട്ട് അവനെതിരെ വന്നു. അവർ അത്യുഗ്രന്മാരായിരുന്നതുകൊണ്ട് ആർക്കും ആ വഴി നടന്നുകൂടായിരുന്നു. ദേവേ സോ എക്സ്ട്രീംലി വയലന്റ് ആയിരുന്നു എന്നുള്ള കാര്യം. ഭൂതബാധിതരായിട്ട് അവർ നിലവിളിച്ച്, ദൈവപുത്ര നിനക്കും തമ്മിൽ എന്ത്? സമയത്തിന് മുമ്പേ ഞങ്ങൾ ദണ്ഡിപ്പിക്കാൻ ഇവിടെ വന്നു. സമയം ഞങ്ങൾക്ക് ശരിയാണ്, ദണ്ഡനമൊക്കെ ഉണ്ടെന്നുള്ള ഒരു സമയമൊക്കെ ഉണ്ട്, സമയവും കാലമൊക്കെ ഉണ്ട്, അതുകൊണ്ട് മുമ്പേ ഇനി വന്നു ഞങ്ങൾ ദണ്ഡിപ്പിക്കാനായിട്ട്. അപ്പം ഈ കർത്താവ് ദൈവപുത്രനാന്നുള്ള കാര്യം ഈ ഭൂതാത്മാക്കൾക്ക് മനസ്സിലായി, പക്ഷെ ആർക്കും മനസ്സിലായില്ല. ബൈബിളെല്ലാം കൂടെ അരച്ച് വിലക്കിയിരുന്ന് പരീക്ഷന്മാർ വിവരിച്ചു, ഇത് ബെൽസബൂലാണ്, ഇവൻ ഭൂതാത്മാക്കളുടെ തലവനാണ്, അതുകൊണ്ടാണ് ഇവൻ ഭൂതത്തെ പുറത്താക്കുന്നതെന്നാണ് പരീക്ഷന്മാര് ബൈബിളെല്ലാം കാച്ചിക്കുറുക്കുകയും പരീക്ഷന്മാർക്ക് മനസ്സിലായത്. എന്നാൽ ഭൂതാത്മാക്കൾക്ക് കാര്യങ്ങളെല്ലാം അറിയായിരുന്നു. അതുകൊണ്ട് ഭൂതാത്മാക്കള് അവര് ചതിയന്മാരും കള്ളം പറയുന്നവരാണെങ്കിലും ചില അവസരത്തില് ഈ സത്യം അങ്ങ് പുറത്തു വരും. അപ്പൊ അതാ നമ്മളിവിടെ വായിക്കുന്നത്, നീ ദൈവപുത്രനാണോ, നീ ദൈവപുത്രൻ അല്ലയോ, ദൈവപുത്ര ഞങ്ങളെ ദണ്ഡിപ്പിക്കാൻ വന്നതാണോ സമയത്തിന് മുമ്പേ എന്നുള്ളൊരു കാര്യം അവരെ വിളിച്ചു പറയുന്നതും, അതിനുശേഷം പന്നികളിലേക്ക് ആ ഭൂതാത്മാക്കള് പോകാനും അങ്ങനെ 2000-ഓളം പന്നികളൊക്കെ അവിടെ ചത്തൊടുങ്ങുന്നതായിട്ടൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മളവിടെ മത്തായി, മാർക്കോസ്, ലൂക്കോസ് സുവിശേഷങ്ങളിലൊക്കെ നമ്മളവിടെ വായിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് പന്നികളൊക്കെ നഷ്ടപ്പെട്ടതിന്റെ സങ്കടമായിരുന്നു ബാക്കി ആ ദേശത്തുള്ള മനുഷ്യർക്ക്. അതുകൊണ്ട് യേശുവിനെ ഇവിടെ പറഞ്ഞ് എങ്ങനെയെങ്കിലും സ്ഥലം വിട്ടു പോകണമെന്ന് പറഞ്ഞു. അപ്പൊ ഇത്രയൊക്കെ ഈ ഭൂതങ്ങളോട് ഇതുപോലെ കൽപ്പിച്ച് പന്നികളിലേക്ക് പോകാൻ അധികാരം ഉണ്ടായിരുന്ന കർത്താവിന് ഈ പറയുന്ന ദേശവാസികളായിട്ടുള്ള ആൾക്കാരോട് അവരുടെ പേരിൽ ന്യായവിധി നടത്താൻ കർത്താവിന് അധികാരം ഉണ്ടായിരുന്നു, പക്ഷെ കർത്താവ് അതൊന്നും ഉപയോഗിച്ചില്ല. ഇപ്പൊ വേണമെങ്കിലും ലഗ്യോൻ സൈന്യത്തിലേറെ 12 ലഗ്യോനിലേറെ സൈന്യത്തെ എനിക്ക് വിളിച്ചു വരുത്താൻ പറ്റത്തില്ല എന്ന് കർത്താവ് ഗെത്സമനെ തോട്ടത്തിൽ നിന്ന് മത്തായി 26 അതിന്റെ 53 വാക്യത്തിലൊക്കെ ചോദിക്കുന്നതൊക്കെ നമ്മളവിടെ യോഹന്നാന്റെ ബൈബിൾ സ്റ്റഡിയോടനുബന്ധിച്ച് ആ വാക്യങ്ങളൊക്കെ നമ്മൾ കണ്ടായിരുന്നു. കർത്താവിന് അതുപോലുള്ള അധികാരം ഉണ്ടായിരുന്നു. താൻ ദൈവപുത്രനാണ്, താൻ ദൈവം തന്നെയാണ്, അതുകൊണ്ട് അതിനുള്ള അധികാരമെല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം ഉരിഞ്ഞു വെച്ച്, അതെല്ലാം താഴെ വെച്ച് കർത്താവ് ഒരു മനുഷ്യന്റെ പരിമിതിയിലാണ് നമുക്കൊരു മാതൃകയാവാൻ വേണ്ടി ജീവിച്ചത്. മത്തായി 26:53 മോർ ദാൻ 12 ലെഗിയൻസ് ഓഫ്, അതിന്റെ ഇംഗ്ലീഷിൽ ലീജൻ എന്നുള്ളൊരു പ്രൊനൗൺസിയേഷൻ എഴുതിയേക്കുന്നത്. അതായത് ഒരു ലീജൻ എന്ന് പറഞ്ഞാൽ തന്നെ 3000 മുതൽ 6000
കാലാളുകളുള്ള റോമൻ പട്ടാളത്തെ സൂചിപ്പിക്കുന്ന. അപ്പം 12 ലെഗ്യോനിലധികം എന്ന് പറയുമ്പോൾ 22,000-ത്തിലധികം. അപ്പം അവൻ ലെഗ്യോൻ എന്ന് പറയുമ്പോൾ അവന് താനൊരു ലെഗ്യോൻ ആണെന്ന് പറയുമ്പോൾ 3,000 മുതൽ 6,000, ഒരുപക്ഷെ 6,000-ത്തോളം ഭൂതാത്മാക്കൾ ഉണ്ടായിരുന്ന ആ ഒരു മനുഷ്യനായിരുന്നിരിക്കണം അദ്ദേഹം. ഒരു 2 ഭൂതക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത്. എന്നാൽ അങ്ങനെ ഒരു മനുഷ്യനും ഉണ്ടായിരുന്ന ഒരു മനുഷ്യനുണ്ടായ രൂപാന്തരമൊക്കെ നമ്മളവിടെ ലൂക്കോസ് 8:35 അവന് ബോധത്തോടെ കർത്താവിന്റെ കാൽക്കിലിരുന്നു എന്ന് വായിക്കുമ്പോൾ കർത്താവിന്റെ കാൽക്കിലിരുന്ന് കർത്താവിനെ കേട്ടതായിട്ട് നമ്മളവിടെ ലൂക്കോസ് 8:35 നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. അപ്പൊ അതാണ് നമ്മളിവിടെ വായിക്കുന്ന ഈ ഒരു മത്തായി 8:29 വായിച്ചു. തങ്ങൾക്ക് അഗാധയിൽ അയക്കപ്പെടുന്നു അവർക്ക് അറിയായിരുന്നു, എന്നാൽ സമയമായിട്ടില്ല എന്ന് അവർക്ക് അറിയായിരുന്നു. അതുകൊണ്ട് അവന് ഞങ്ങള് സമയത്തിന് മുമ്പേ അയക്കരുത് എന്ന് പറയുന്നത്. എന്നാൽ സമയം ആയപ്പോ, അതായത് കർത്താവിന്റെ 2ാമത്തെ വരവെങ്കിൽ അർമ്മദോൻ യുദ്ധവും കഴിഞ്ഞു. ക്രിസ്തുവിനെ, അതായത് സാത്താന്റെ തൃത്വം നമ്മൾ വായിച്ചു. ദൈവത്തിന് തൃത്വമുണ്ട്, ദൈവം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ആകുന്ന ത്രിയേക ദൈവം. എന്നാൽ തൃത്വം ഇല്ലെന്ന് പറയുന്ന വചനജ്ഞാനം ഇല്ലാത്ത വിശ്വാസികളായിട്ടുള്ള യേശുനാമക്കാരെന്ന് പറയുന്ന സഹോദരങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ സാത്താൻ അറിയാം ദൈവത്തിന് തൃത്വം ഉണ്ടെന്നുള്ള കാര്യം. അപ്പൊ അതുകൊണ്ട് സാത്താൻ ഈ ദൈവത്തിന്റെ തൃത്വത്തെ, ചില വിശ്വാസികൾ എന്ന് പറയുന്ന ആൾക്കാർക്ക് അറിയത്തില്ലെങ്കിൽ സാത്താൻ അറിയാം ദൈവത്തിന് തൃത്വം ഉണ്ടെന്നുള്ള കാര്യം. അപ്പൊ സാത്താന് ഈ ദൈവത്തിന്റെ തൃത്വത്തെ അനുകരിച്ച് സാത്താൻ ക്രിസ്തു കള്ളപ്രവാചകൻ, അവന്റെ തൃത്വം. അതാണ് നമ്മള് വെളിപാട് 13-ാം അധ്യായത്തിലൊക്കെ വായിച്ചത്. അപ്പം എന്നാൽ ആ സാത്താന്റെ തൃത്വം എന്നുള്ള വാക്കിനർത്ഥം ട്രിനിറ്റി, അല്ലെങ്കിൽ മൂന്നിന്റെ ഒരു കൂട്ടം. അപ്പൊ അതില് ഇവൻ നമുക്ക് ഒരു തൃത്വം ഉണ്ടെന്നാ നമ്മൾ 1 Thessalonians 5:23 വായിക്കുന്നത്. എന്താ? ദേഹം, ദേഹി, ആത്മാവ്, അല്ലെങ്കിൽ അതിന്റെ കറക്റ്റ് ഓർഡർ പറയുവാണെങ്കിൽ ആത്മാവ്, ദേഹി, ദേഹം എന്നാണ് നമ്മളവിടെ 1 Thessalonians 5:23 വായിക്കുന്നത്. ആദ്യം ആത്മാവ്, പിന്നീട് ദേഹി, പിന്നീട് ദേഹം. നമ്മളിലുള്ള തൃത്വം എന്ന് പറഞ്ഞാൽ 3 ഒരു ട്രയാഡ്, അല്ലെങ്കിൽ 3 കാര്യങ്ങൾ എന്ന് പറയുന്നത് പോലെ സാത്താന്റെ തൃത്വമാണ് പിശാച്, ക്രിസ്തു, കള്ളപ്രവാചകൻ. അപ്പൊ ഇതിനകത്ത് ഈ ക്രിസ്തുവിനെ കള്ളപ്രവാചകനെ പിടിച്ച് ജീവനോടെ തീപ്പൊയ്കയിലോട്ട് ഇട്ട കാര്യമാണ് നമ്മൾ അതിന്റെ തൊട്ട് മുമ്പ് വെളിപാട് പുസ്തകം 19:21 വാക്യത്തിൽ നമ്മൾ വായിച്ച്. എന്നാൽ അതിൽ പ്രധാനമായിട്ടുള്ള ഈ മഹാസർപ്പം, അല്ലെങ്കിൽ ഇവനെ ഡ്രാഗൺ, അല്ലെങ്കിൽ ഈ പഴയ പാമ്പ്, പിശാച്, സാത്താന് എന്നുള്ള പല പല അപരനാമങ്ങളിൽ അറിയപ്പെടുന്ന ഈ വഞ്ചകനെ പിടിച്ച് ഈ 1000 വർഷക്കാലം ഒരു സാധാ മാലാഖ, ഒരു ദൂതൻ വന്ന് ഇവനെ പിടിച്ച് ചങ്ങലയൊക്കെ കെട്ടി ഈ ആഘാത കൂപത്തിലേക്ക് ഇടുന്ന ഒരു കാര്യം ഒടുവിൽ ആ സമയം എത്തിയതായിട്ടാണ് നമ്മൾ ഇവിടെ വായിക്കുന്നത്. അതിന്റെ 3-ാമത്തെ വാക്യം ഇപ്പം നമ്മൾ വായിക്കുമല്ലോ. സാങ്ക്ബേറിന്റെ ആ ഒരു അന്തിമോചന പുസ്തകത്തിൽ നിന്ന് ജേക്കബ് വായിക്കും. ഡിസ്പ്ലേ ചെയ്യുമല്ലോ 3-ാമത്തെ വാക്യം, അതിന്റെ എക്സ്പ്ലനേഷൻ. വാക്യം 3: 1000 ആണ്ട് കഴിയുവോളം ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ അവനെ അഗാധത്തിൽ ഇട്ടു അടച്ചു പൂട്ടുകയും മീതെ മുദ്രയിടുകയും ചെയ്തു. അതിന്റെ ശേഷം അവനെ അല്പകാലത്തേക്ക് അഴിച്ചുവിടേണ്ടതാകുന്നു. ഒരു കാലത്ത് ലൂസിഫർ ദൈവദൂതന്മാരുടെ തലവനായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു ചെറിയ ദൂതൻ വന്ന് അവനെ പൂട്ടിയിടുന്നു. സാത്താന്റെ പതനത്തിൽ 4 ഘട്ടങ്ങൾ നമുക്ക് കാണാം. 1, 3-ാം സ്വർഗത്തിൽ നിന്ന് 2-ാം സ്വർഗത്തിലേക്ക്. 2, 2-ാം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക്. അതായത് വെളിപ്പാട് 12:9. മറ്റേ സ്വർഗത്തിൽ നിന്ന് 2-ാം സ്വർഗത്തിലേക്ക് എന്നുള്ളത് യെശയ്യാവ് 14:12 മുതൽ 15 വരെയുള്ള വാക്യങ്ങള്. ഭൂമിയിൽ നിന്ന് അഗാധകൂപത്തിലേക്ക്, അത് വെളിപ്പാട് 20:1 മുതൽ 3 വരെ. എന്നേക്കുമായി തീപ്പൊയ്കയിലേക്ക്, വെളിപ്പാട് 20:10. ഇതിൽ നിന്ന് വ്യത്യസ്തമായി യേശുവിന്റെ അനുഭവം നാം കാണുന്നു. അവിടുന്ന് തന്നെത്താൻ താഴ്ത്തി സ്വർഗത്തിൽ നിന്ന് ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി. അവിടെ നിന്ന് ഉയർത്തപ്പെട്ട് ദൈവസിംഹാസനത്തിലേക്ക് എടുക്കപ്പെട്ടു. തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും. ലോകത്തിൽ പ്രവർത്തന നിരതമായിരിക്കുന്ന 2 ആത്മാവ് ഇതാണ്. 1, നിരന്തരം സ്വയം താഴ്ത്തുകയും താഴേക്ക് പോകുവാനുള്ള അന്വേഷണത്തിൽ ഇരിക്കുകയും ചെയ്യുന്നു. മറ്റേത് ഉയരത്തിലേക്ക് പോകുവാനും
തന്നെത്താൻ നിരന്തരം ഉയർത്തുവാനും ശ്രമിക്കുന്നു. ഈ രണ്ടാത്മാവിൽ ഏതെങ്കിലും ഒന്നിനാൽ നാം എല്ലാവരും സ്വാധീനിക്കപ്പെട്ടിരിക്കും. ആരെയും വഞ്ചിക്കാതിരിപ്പാൻ സാത്താനെ ഇവിടെ ബന്ധനത്തിലാക്കുന്നു. ആളുകളെ അവൻ പീഡിപ്പിക്കുന്നു എന്നതിലല്ല, വഞ്ചിക്കുന്നു എന്നതിലാണ് ഊന്നൽ എന്നത് ശ്രദ്ധിക്കുക. പിശാച് തങ്ങളെ ശാരീരികമായി ഉപദ്രവിക്കും എന്ന പേടിയിലാണ് പല ആളുകളും. പക്ഷേ അവൻ നമ്മെ വഞ്ചിക്കുന്നു എന്നതിനെ കുറിച്ചാണ് ദൈവവചനം ഏറെ മുന്നറിയിപ്പ് നൽകുന്നത്. ശരീരത്തെ മാത്രം കൊല്ലുവാൻ കഴിയുന്നതിനെ പേടിക്കേണ്ട എന്ന് യേശു പറഞ്ഞു. സാത്താന്റെ ഉപായങ്ങളെയും വഞ്ചനയെയും സൂക്ഷിച്ചു കൊള്ളുവാനാണ് നമുക്കുള്ള മുന്നറിയിപ്പ്. ബാബിലോണിന്റെ വശീകരണ ശക്തിയാണ് അതിന്റെ പീഡനങ്ങളെക്കാൾ അപകടകരം. ദൈവം മനുഷ്യന് നിയമിച്ച ശബത്ത് വിശ്രമമായി യേശുവിന്റെ 1000 ആണ്ട് വാഴ്ചയെ കണക്കാക്കാം. അവിടെ ഞാൻ ഒന്നുകൂടെ വായിക്കാം. ദൈവം മനുഷ്യനെ നിയമിച്ച ശബത്ത് വിശ്രമമായി യേശുവിന്റെ 1000 ആണ്ട് വാഴ്ചയെ കണക്കാക്കാം. 6 ദിവസം അധ്വാനിക്കുകയും 7-ാം ദിവസം വിശ്രമിക്കുകയുമാണ് ദൈവം ആദാമിനെ നിയമിച്ചിരിക്കുന്നത്. 1000 വർഷം ദൈവത്തിന് ഒരു ദിവസം പോലെയാണ്. 2 പത്രോസ് 3:8 നമ്മോട് പറയുന്നു. അതുകൊണ്ട് 6 ദിവസം എന്ന് പറയുന്നത് 6000 വർഷം ആദാമിന്റെ കാലം മുതൽ ഇന്നു വരെയുള്ള കാലഘട്ടത്തെ, ഇത് 6000 വർഷത്തെ 6 ദിവസം എന്ന് ചിന്തിച്ചാൽ നാം 7-ാം ദിവസത്തിന് തൊട്ടടുത്താണ് എന്ന് കാണാം. വിശ്രമത്തിനായുള്ള 7-ാം സഹസ്രാബ്ദത്തിന്റെ 1000 വർഷം പടിവാതിൽക്കലാണ് നാം. യേശുവിന്റെ ഭൂമിയിലെ 1000 ആണ്ട് വാഴ്ചയുടെ ഒരു നഖചിത്രം യെശയ്യാവ് 11:6 മുതൽ 9 വരെ നമുക്ക് കാണാം. വായിക്കുന്നത്, ചെന്നായ് കുഞ്ഞാടിനോടുകൂടെ പാർക്കും, പുള്ളിപ്പില്ലി കോലാട്ട് കുട്ടിയോടുകൂടെ കിടക്കും, പശുക്കിടാവും ബാലസിംഹവും തടിപ്പിച്ച മൃഗവും ഒരുമിച്ച് പാർക്കും, ഒരു ചെറിയ കുട്ടി അവയെ നടത്തും, പശു കരടിയോടുകൂടെ മേയും, അവയുടെ കുട്ടികൾ ഒരുമിച്ച് കിടക്കും, സിംഹം കാള എന്ന പോലെ വൈക്കോൽ തിന്നും, മുല കുടിക്കുന്ന ശിശു സർപ്പത്തിന്റെ പോകികൾ കളിക്കും, മുലകുടി മാറിയ പൈതൽ അണലിയുടെ പൊത്തിൽ കൈയിടും. ആദാം ഒരു സസ്യഭൂക്കായിരുന്നു. സസ്യങ്ങളും ഇലകളും പഴങ്ങളും തിന്നാൻ മാത്രമേ ദൈവം അവനെ അനുവദിച്ചിരുന്നുള്ളൂ. എന്നാൽ ജലപ്രളയത്തിന് ശേഷം ദൈവം നോഹയോട് മാംസവും ഭക്ഷിക്കാം എന്ന് പറഞ്ഞു. 1000 ആണ്ട് വാഴ്ചയിൽ എല്ലാ മൃഗങ്ങളും വീണ്ടും സസ്യഭുക്കുകളായി മാറും. പ്രകൃതി തന്നെ ഏദൻ തോട്ടത്തിന്റെ അവസ്ഥയിലേക്ക് മടങ്ങി വരും. സർപ്പങ്ങളുടെ വിഷം ഉണ്ടായിരിക്കുകയില്ല. ഭൂമിയിൽ മുള്ളും പറക്കാരെയും ഇല്ലാതെയിരിക്കും. ഒരു മൃഗവും ഭയപ്പെടുത്തുന്നതായിരിക്കില്ല. ഇതെല്ലാം ഇങ്ങനെയാകുന്നതിന് കാരണം എന്താണ്? ഒടുവിൽ യേശുവിന് ഭൂമിയിൽ തന്റെ ശരീരമായ ഒടുവിൽ യേശുവിന് ഭൂമിയിൽ തന്റെ ശരിയായ സ്ഥാനം കൊടുക്കുന്നതിനാലാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ദൈവത്തോടുള്ള മനുഷ്യന്റെ മത്സരത്തിന്റെ തിക്തഫലം ഇന്ന് മൃഗങ്ങളും അനുഭവിക്കേണ്ടി വന്നിരിക്കുന്നത് എത്ര ദുഃഖകരമാണ്. ദൈവപുത്രന്മാരുടെ ഒരു വെളിപ്പാടിന് വേണ്ടി സർവസൃഷ്ടിയും ഞരങ്ങിക്കൊണ്ട് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. റോമർ 8:19, 22 വാക്യങ്ങള്. പിശാചിന്റെ പുത്രന്മാർ 6000 വർഷം കൈയാളിയ ഈ ലോകത്തിന്റെ ഭരണസാന്നിധ്യം ദൈവപുത്രന്മാർ ഏറ്റെടുക്കുന്നത് കാണുവാൻ മൃഗലോകം മുഴുവൻ കാത്തിരിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം, അതിന്റെ എക്സ്പ്ലനേഷനാണ് നമ്മളിപ്പോ ഇത്രയും വായിച്ചത്. 3-ാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം, 1000 ആണ്ട് കഴിയുവോളം, അപ്പൊ ഈ 1000 വർഷക്കാലം മൊത്തം ജാതികളെ വഞ്ചിക്കാതിരിക്കുവാൻ. അപ്പം അന്ന്
ഭൂമിയിലായിരിക്കുന്ന അവിശ്വാസികൾ, അപ്പം അവിശ്വാസികള് അവിടെ 1000 വർഷക്കാലം ഭരണത്തിലും കാണും എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം കർത്താവും വിശ്വാസികളും ഉയർത്തെഴുന്നേറ്റ് അവര് കർത്താവിന്റെ കൂടെ ഭരിക്കുന്നു. കർത്താവിന്റെ കൂടെ ജയിച്ചവരും ഭരിക്കുന്നു. പിന്നെ അതിനു മുമ്പ് ഇവിടെ അർമദോൻ യുദ്ധത്തിൽ ആരൊക്കെയാ മരിച്ചെന്ന് ചോദിച്ചാല് എതിർക്രിസ്തുവും കള്ളപ്രവാചകനും ലേക്ക് ഓഫ് ഫയറിലോട്ട് തീപ്പൊയ്കയിലേക്ക് ഇടപെട്ടു. എതിർക്രിസ്തുവിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന വലിയ സൈന്യം, ഇസ്രായേലിനെതിരെ തിരിഞ്ഞ ആ ഒരു വലിയ ഭരണാധിപന്മാരും അതുപോലെയൊക്കെയുള്ള വലിയൊരു സൈന്യം, ദൈവത്തിനെതിരായിട്ട് മത്സരിച്ച ആ വലിയൊരു സൈന്യം, അവര് നിഗ്രഹിക്കപ്പെട്ട് അവിടെ കാട്ടുമൃഗങ്ങളും കാട്ടുപക്ഷികളും ഒക്കെ വന്ന് ഇതെല്ലാം കൂടെ കാട്ടുമൃഗങ്ങളും സകല പക്ഷികളും ഒക്കെ വന്ന് ഇതൊക്കെ തിന്ന ശവശരീരങ്ങൾ തിന്ന് തൃപ്തി വരുന്നതായിട്ട് നമ്മൾ വായിക്കുന്നു. എന്നാൽ ബാക്കി ലോകത്തപ്പം അവശേഷിക്കുന്ന അവിശ്വാസികളുണ്ട്. അപ്പൊ ആ ജാതികളെ പിന്നെയും വഞ്ചിക്കാതിരിക്കാനായിട്ട് അവനെ അഗാധത്തിൽ തള്ളിയിട്ട്, അപ്പം സാത്താനെ വഞ്ചിക്കുന്നവനാണ്, പീഡിപ്പിക്കുന്നവനാണ്, ഉപദ്രവിക്കുന്നവനാണെന്നുള്ള കാര്യം നമുക്കറിയാം. എന്നാൽ നമ്മളിപ്പോ അന്തിമവചന പുസ്തകത്തിൽ വായിച്ചതുപോലെ വഞ്ചിക്കാതിരിക്കാനാണ് എന്നുള്ളൊരു കാര്യമാണ് പ്രധാനമായിട്ട് അവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. വെച്ചാല് പിശാചിന്റെ വഞ്ചനയാണ് പിശാചിന്റെ ഉപദ്രവത്തെക്കാട്ടിൽ നമ്മൾ പേടിക്കേണ്ടതായിട്ടുള്ളത്. നമ്മുടെ സ്വാഭാവികമായിട്ട് നമുക്ക് പിശാചിന്റെ ഉപദ്രവം വലിയ നമുക്ക് വിശ്വാസികൾക്കെതിരായിട്ട് എതിർപ്പും ഉപദ്രവവും ഒക്കെ വരുന്നത്, അതാ നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മുടെ ജഡത്തിലൊരു ഭയം ഉണ്ടാക്കുന്ന കാര്യം. എന്നാൽ ദൈവാത്മാവിന്റെ വീക്ഷണകോണില്, സ്വർഗത്തിന്റെ വീക്ഷണകോണില് ഈ ഉപദ്രവമൊക്കെ വരുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ വിശ്വാസം കൂടുകയും നമ്മൾ കൂടുതൽ കർത്താവിനോട് അടുക്കുകയും ചെയ്തോളും. എന്നാൽ വഞ്ചിക്കപ്പെടുന്നതാണ് കൂടുതൽ സൂക്ഷിക്കേണ്ടത്. എന്ന് പറഞ്ഞാല് നമ്മള് ഒരു ശീതോഷ്ണാവസ്ഥയില് ചത്തതിനൊക്കെ ജീവിച്ചിരിക്കലും ആത്മീയമായിട്ട് നമ്മൾ യഥാർത്ഥത്തില് നമുക്ക് കർത്താവിനോടുള്ള ഒരു തീക്ഷ്ണമായിട്ടുള്ള ഒരു സ്നേഹവും അതിസ്നേഹമൊന്നും ഇല്ലാതിരിക്കെ തന്നെ നമ്മൾ വലിയ വിശ്വാസികളാണ്, എനിക്ക് ഇത്ര വർഷത്തെ പാരമ്പര്യമുണ്ട്, എനിക്ക് ഇത്ര പേരെ ഞാൻ കർത്താവിലേക്ക് നടത്തി, അല്ലെങ്കിൽ ഇത്ര വലിയ ശുശ്രൂഷയുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇത്ര ആത്മീയനാണെന്നൊക്കെയുള്ള നമ്മളുടെ തന്നെ ഒരു വഞ്ചന, നമ്മളെ തന്നെ അങ്ങ് വഞ്ചിക്കുന്നു. നമ്മൾ തന്നെ വേറെ പല ഈ ലോകത്ത് തന്നെ യേശുവിന്റെ പേരിൽ തന്നെ നടക്കുന്ന പല പല കോപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ കാണിച്ച് പലരും അതിൽ വഞ്ചിക്കപ്പെട്ട് അതൊക്കെ എന്തോ ദൈവത്തിന്റെ വലിയ ദാസന്മാരാണ്, ദൈവദാസന്മാരാണ്, ഈ ദ്രവ്യദാസന്മാരെയൊക്കെ ദൈവദാസന്മാരെന്ന് അവര് അക്ഷരപ്പിശകോടെ വിളിക്കുന്നു. അവര് ദ്രവ്യത്തിന്റെ ദാസന്മാരാണ്, എന്നാൽ ദൈവദാസന്മാരെന്നാണ് പലരും വിളിക്കുന്നത്. എന്നുവെച്ചാൽ ചിലപ്പോൾ ഈ അക്ഷരപ്പിശക് കാരണം ചിലര് തെറ്റി വായിക്കുന്നു പറയുന്നത് പോലെയാണ് ദ്രവ്യദാസന്മാരെ ദൈവദാസന്മാരായിട്ട് തെറ്റിദ്ധരിച്ച് വഞ്ചിക്കപ്പെട്ട് അവരുടെ പിന്നാലെ അവർക്ക് ദശാംശവും അതിൽ മേലെയുള്ള അംശവും ഒക്കെ കൊടുത്ത് വഞ്ചിക്കപ്പെട്ട് അവർ പറയുന്നതും വാപൊളിച്ച് വിഴുങ്ങി അങ്ങനെ വഞ്ചിക്കപ്പെട്ടു പോകുന്ന ഒരവസ്ഥ. അങ്ങനെ ആ പിശാച് ഇന്ന് അനേക ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ആൾക്കാരെ തന്നെ വഞ്ചിക്കുന്നത്. അങ്ങനെയുള്ളൊരു സമൃദ്ധിയുടെ സുവിശേഷവും വചനത്തിൽ പറഞ്ഞിട്ടില്ലാത്ത തരത്തിലുള്ള മറ്റൊരു യേശുവിനെയും മറ്റൊരു ആത്മാവിനെയും മറ്റൊരു സുവിശേഷത്തെ കുറിച്ചൊക്കെ നമ്മൾ 2 കൊരിന്ത്യർ 11-4 വാക്യത്തിൽ വായിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് പിശാച് വഞ്ചിക്കുന്നു. അപ്പൊ അവന്റെ വഞ്ചനയാണ് നാം കൂടുതൽ കരുതിയിരിക്കേണ്ടത്. അവന്റെ ഉപദ്രവമൊക്കെ ദൈവം അറിയാതെ അനുവദിക്കാതൊന്നും സംഭവിക്കത്തില്ല. വഞ്ചന അവനെപ്പോഴും വഞ്ചിക്കുന്നവനാണ്. അപ്പോൾ എന്നാൽ നമ്മള് സത്യത്തെ സ്നേഹിക്കുന്നില്ലെങ്കിൽ നമ്മളുടെ മേലും വഞ്ചനയുടെ ഒരു ആത്മാവിനെ, ഇപ്പോ പോഷ്ക്ക് വിശ്വസിക്കുമാർ വ്യാജത്തിന്റെ ആത്മാവിനെ നമ്മുടെ മേലും ദൈവം തന്നെ അയക്കുന്നതായിട്ടൊക്കെ നമ്മൾ 2 തെസ്സലോനിക്കർ 2-ന്റെ 10-11 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. നമ്മള് രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം, അതായത് പാപത്തിന്റെ ശക്തിയിൽ നിന്ന് രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം കർത്താവേ എനിക്ക് പാപത്തെ ജയിക്കണം എന്നുള്ളൊരു ആഗ്രഹമില്ലാതെ അങ്ങനെ നമ്മൾ സത്യത്തെ സ്നേഹിക്കാത്തവരായിട്ട്, ദൈവവചനമാകുന്ന സത്യത്തെ, യേശുവാകുന്ന സത്യത്തെ, നമ്മുടെ ജീവിതത്തിനെ കുറിച്ചുള്ള ദൈവം കാണിച്ചു തരുന്ന യാഥാർത്ഥ്യങ്ങളാകുന്ന സത്യത്തെ ഒന്നും സ്നേഹിക്കാതെ അതൊക്കെ ഇങ്ങനെ തന്നെ, എല്ലാവർക്കും അങ്ങനെ തന്നെ, ഈ പാപങ്ങളൊന്നും കുഴപ്പമില്ല, ഇതൊക്കെ ചെറിയ പാപമോ ദൈവം അതൊന്നും കണക്കിടുന്നില്ല, അങ്ങനെ നമ്മള് പാപത്തേക്ക് ലാഘവമായിട്ട് കണ്ട് സത്യത്തെ സ്നേഹിക്കാതെ രക്ഷിക്കപ്പെടുവാനൊക്കെ വേണം. സത്യത്തെ സ്നേഹിക്കാതെ അങ്ങനെ ആയിരിക്കുമ്പോൾ ഭോഷ്ക്ക് വിശ്വസിക്കുമാർ വ്യാജത്തിന് വ്യാപാര ശക്തി അയക്കും. നമ്മള് വളരെ ദേഹീപരമായിട്ട് അല്ലെങ്കിൽ ജഡികമായിട്ട് ആയിരിക്കുന്ന അവസ്ഥയിലും നമ്മള് വലിയ ആത്മീയനായിട്ട് ഞാൻ ഏറ്റവും വലിയ CFC ചർച്ചിലാണ് പോകുന്നത്, ഏറ്റവും നല്ല ചർച്ചിലാണ് പോകുന്നത് കൊണ്ട് എനിക്ക് യാതൊരു കുറവുമില്ല, എനിക്കിതൊന്നിനും മുട്ടില്ല, എനിക്കൊന്നിനും കുറവില്ലെന്ന് ആരാ പറഞ്ഞു? വെളിപാട് 3:17 ലവോദിക്കയിലെ മൂപ്പനായിട്ടുള്ള സഹോദരനാ പറഞ്ഞത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ നമ്മൾ വഞ്ചിക്കപ്പെട്ടു പോകാം. ലവോദിക്കയിലെ മൂപ്പന് വഞ്ചനയുടെ ഒരു ഫസ്റ്റ് ക്ലാസ് എക്സാമ്പിൾ. എങ്ങനെ ഒരാൾ വഞ്ചിക്കപ്പെട്ടു പോകാം? അതായത് പുള്ളിയെ കുറിച്ചുള്ള ദൈവത്തിന്റെ അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? നീ എന്തൊക്കെയാണ് അവിടെ വെളിപാട് പുസ്തകം 3-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ അസസ്മെന്റില്
അതിന്റെ 17ാമത്തെ വാക്യം തന്നെയാണ് പുള്ളിയുടെ അസസ്മെന്റിൽ താൻ ധനവാനാണ്, സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല, അത് മുട്ട് തിരിഞ്ഞു പോകുന്നല്ല, അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നാൽ ദൈവത്തിന്റെ അസസ്മെന്റിൽ നീ നിർഭാഗ്യനാണ്, അരിഷ്ടനാണ്, ദരിദ്രനാണ്, കുരുടനാണ്, നഗ്നനാണ്, ഒന്നും അറിയാതിരിക്കുന്നതിനാല് ബെറ്റർ ദൈവത്തോട് എന്ന് കർത്താവിനോട് ഈ കാര്യങ്ങളൊക്കെ വാങ്ങിക്കോണമെന്നൊക്കെയാണ് അവിടെ 18ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. അപ്പൊ അങ്ങനെ അവന് അതുപോലെ ഒരു വഞ്ചിക്കപ്പെട്ട അവസ്ഥയില്ല. ഈവൻ വെളിപാട് 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ സർദീസ് സഭയിലെ മൂപ്പനാണെങ്കിൽ ജീവിച്ചിരിക്കുന്നു എന്നുള്ള വല്ല പേരുണ്ട്, പക്ഷെ ആത്മീയമായിട്ട് മരിച്ച അവസ്ഥയിലായിരുന്നു. അപ്പൊ അങ്ങനെ വഞ്ചിക്കപ്പെട്ട സഭയെയും സഭാ നേതാക്കന്മാരെ തന്നെ വഞ്ചിക്കാൻ പിശാചിന് അവിടെ 1-ാം നൂറ്റാണ്ടിൽ കഴിഞ്ഞെന്നുണ്ടെങ്കിൽ ഇവിടെ 21-ാം നൂറ്റാണ്ടിൽ കഴിയുന്നില്ലെന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത്. അപ്പം എത്ര അധികം ഇന്ന് അങ്ങനെ കർത്താവിന്റെ പേരിൽ നടക്കുന്ന പല പല കാര്യങ്ങളിൽ അത് ചെയ്യുന്ന ആൾക്കാരും അത് നയിക്കുന്ന ആൾക്കാരും ഒക്കെ വളരെ വഞ്ചിതരായിട്ട് പോകും. ഞങ്ങൾ എന്തോ വലിയ ദൈവത്തിന്റെ വലിയ അടുത്ത ആളുകളാന്ന് പറഞ്ഞുകൊണ്ട് എന്നാൽ ലോകത്തിന്റെ പിന്നാലെ, മനുഷ്യമാനത്തിന്റെ പിന്നാലെ, ലോകം എന്ന് പറഞ്ഞാൽ മനുഷ്യമാനവും ജടിക സുഖങ്ങളും പണസ്നേഹവും അതിന്റെ പിന്നാലെ ഓടിപ്പോകുന്ന ആ ഒരു ക്രിസ്തീയ ലോകം, വ്യാജ ക്രിസ്തീയത, അങ്ങനെ അവനെ വഞ്ചിക്കാനാ അവന്റെ വഞ്ചനയാണ് അവന്റെ സ്പെഷ്യലൈസേഷൻ. ശരിയാണ്, അവൻ ഉപദ്രവിക്കുകയും ചെയ്യും, പക്ഷേ വഞ്ചനയാണ് അവന്റെ സ്പെഷ്യലൈസേഷൻ. അത് നമ്മളിവിടെ 3-ാമത്തെ വാക്യത്തില് വെളിപാട് 3:20 മുന്നിൽ 1000 ആണ്ട് കഴിയോളം ജാതികളെ വഞ്ചിക്കാതിരിക്കുവാൻ അവനെ അഗാധത്തിൽ തള്ളിയിട്ട്, അഗാധത്തിൽ വെറുതെ കൊണ്ടിരുത്തുമൊന്നുമല്ല, അങ്ങ് തള്ളിയിട്ടു. അത് നമ്മളിവിടെ വായിക്കുന്നത് ത്രൂ ഹിം ഇൻടു ദ അബിസ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അതങ്ങ് ഷട്ട് ചെയ്തു, അതങ്ങ് അടച്ച് സീൽ ചെയ്ത് മുദ്രയൊക്കെ വെച്ച് കർത്താവിന്റെ കല്ലറ സീൽ ചെയ്ത് സൂക്ഷിക്കാനൊക്കെ പരീശന്മാർക്ക് ഒക്കെ എത്ര വെപ്രാളമായിരുന്നു എന്നുള്ള കാര്യം നമ്മള് യോഹന്നാൻ 19-ാം അധ്യായത്തിലും അതേ പോർഷനൊക്കെ നമ്മൾ മത്തായി 26-ലും ലൂക്കോസ് 23-ലൊക്കെ വായിക്കുമ്പോൾ കല്ലറ പൊളിച്ച് ആ വഞ്ചകനായിട്ടുള്ള ആ ഡിസീവറായിട്ടുള്ള യേശു എന്ന് പറയുന്ന ആളെ അവര് ശിഷ്യന്മാര് ആ ബോഡി എവിടുന്നെങ്കിലും കട്ടെടുത്തോണ്ട് പോയിട്ട് അവൻ ഉയർത്തെഴുന്നേറ്റ് എന്ന് പറയുവോ എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിനെ കുറിച്ച് അവരങ്ങനെ വഞ്ചകൻ എന്നൊക്കെ പറഞ്ഞ കർത്താവ് മരിച്ചതിന് ശേഷം പോലും കർത്താവിനുള്ള പക തീരാഞ്ഞിട്ട് അവൻ വഞ്ചകൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ കല്ലറ സീൽ ചെയ്ത് സൂക്ഷിക്കാൻ പിലാത്തോസ് പറയുന്നുണ്ട്. നിങ്ങൾ തന്നെ സീൽ ചെയ്ത് സൂക്ഷിച്ചു 3 ദിവസം കഴിയുള്ളൂ എന്നൊക്കെ അവിടെ പിലാത്തോസ് തന്നെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ അവര് സീൽ ചെയ്യാതൊക്കെ സൂക്ഷിച്ചു. പക്ഷെ കർത്താവ് അതെല്ലാം ഭേദിച്ചുകൊണ്ട് കർത്താവ് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ്. എന്നാൽ ഇവിടെ ഇതെല്ലാം ഇങ്ങനെ കർത്താവിന്റെ കല്ലറയൊക്കെ സീൽ ചെയ്ത് സൂക്ഷിക്കാൻ വേണ്ടി സൂത്രധാരനായിട്ടുള്ള മാസ്റ്റർ പ്ലാൻ കരുതിയ ഈ പിശാചിനെ അവസാനം ഇവിടെ 1000 വർഷക്കാലം അവിടെ കർത്താവിനെ 3 ദിവസം അവര് സീൽ ചെയ്ത് സൂക്ഷിക്കാൻ വേണ്ടി പാടുപെട്ടെങ്കിൽ ഇവനെ ഇവിടെ 1000 വർഷക്കാലം ഈ അഗാധ ഗോപുരത്തില് തള്ളിയിട്ട് അടച്ചു പൂട്ടുകയും മീതെ മുദ്രയിടുകയും ചെയ്തു, സീൽ ചെയ്ത് സൂക്ഷിക്കുകയാണ്. അതിന്റെ ശേഷം അവനെ അല്പകാലത്തേക്ക് അഴിച്ചു വിടേണ്ടതാകുന്നു. അതിനെക്കുറിച്ച് നമ്മൾ അല്പകാലത്തേക്ക് അഴിച്ചു വിടുമ്പോഴത്തേക്കും പിന്നെ അവൻ ചെന്ന് വഞ്ചിക്കുമ്പോഴത്തേക്കും പിന്നെയും ഈ അവിശ്വാസികളായിട്ടുള്ള ആൾക്കാരൊക്കെ ഈ 1000 വർഷക്കാലം യേശുവിന് ഏറ്റവും നല്ല ഭരണം കണ്ടതിന് ശേഷവും വീണ്ടും ഇവന്റെ പിന്നാലെ പോയി വഞ്ചിക്കപ്പെടുന്നു. അതുകൊണ്ട് അവര് അവിശ്വാസികളായതുകൊണ്ട് അത് അവിശ്വാസികളായത് യാദൃച്ഛികമല്ല, അവരുടെ ചോയ്സ് ആയിരുന്നു. അവർക്ക് വഞ്ചിക്കപ്പെടുന്നത് അവർക്ക് വലിയ താല്പര്യം എന്നുള്ളൊരു കാര്യം, അവർ അത്ര പോലും സത്യത്തെ സ്നേഹിക്കുന്നില്ല എന്നുള്ള കാര്യം അവിടെ ദൈവം തന്നെ അവിടെ പ്രൂവ് ചെയ്യുന്നൊരു കാര്യമൊക്കെ നമ്മൾ തുടർന്ന് ഉള്ള വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്. അപ്പം അതാണ് നമ്മളിപ്പം വായിച്ചേ അവന്റെ ആ ഒരു പതനം, അവന്റെ ആ പതനത്തിന്റെ ഒരു 4 ഘട്ടങ്ങളെ കുറിച്ചൊക്കെ നമ്മളിപ്പം അന്ത്യവിജയം പുസ്തകത്തിൽ നമ്മളിപ്പം വായിച്ചല്ലോ. അവന് ദൈവദൂതന്മാരുടെ തലവനായിട്ട് ലൂസിഫർ എന്ന പേരിൽ, ലൂസിഫർ എന്നുള്ള ഒരു വാക്ക് അത് ഒരു ലാറ്റിൻ വാക്കാണ്. മോർണിംഗ് സ്റ്റാർ എന്ന് പറയുന്ന ലാറ്റിൻ വാക്കാണ്. മോർണിംഗ് സ്റ്റാർ എന്ന് യേശയ്യാവ് 14-ലും യെഹെസ്കേൽ 28-ലും ഒക്കെ ആ ഒരു മോർണിംഗ് സ്റ്റാർ എന്നുള്ള ഒരു വാക്കിനാണ് ലാറ്റിൻ പരിഭാഷയിൽ ലൂസിഫർ ആ ഒരു പേരിൽ അവൻ പൊതുവെ അറിയപ്പെടുന്നത്. നമ്മൾ സാങ്കുറിൽ കേട്ടിട്ടുള്ളത് പോലെ അവന്റെ യഥാർത്ഥത്തിലുള്ള പേര് ദൈവവചനത്തിൽ പറയുന്നില്ല. ഇങ്ങനെ ലൂസിഫർ എന്നുള്ള പേരിൽ അവൻ പൊതുവെ അറിയപ്പെടുന്നത്. അപ്പൊ ആ ലൂസിഫർ ദൈവത്തിന്റെ ദൈവദൂതന്മാരുടെ തലവനായിരുന്നു. എന്നാൽ ഒരു ചെറിയ ദൂതം വന്ന് അവനെ പൂട്ടിയിടുന്നു. അവന്റെ 4 പതനം, അവന്റെ പതനം, അവന് 3-ാം സ്വർഗം എന്ന് പറഞ്ഞാൽ പർദീസ, 3-ാം സ്വർഗമാണ് പർദീസ എന്ന് നമ്മളിവിടെ വായിക്കുന്നത്. 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. അപ്പൊ ആ 3-ാം സ്വർഗത്തിലേക്ക് പൗലോസ് എടുക്കപ്പെടുന്നു, പർദീസിലേക്ക് എടുക്കപ്പെടുന്നു എന്നുള്ള കാര്യം നമ്മളിവിടെ 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ നമ്മളിവിടെ വായിക്കുന്നുണ്ട്. അപ്പൊ ആ 3-ാം സ്വർഗത്തിൽ അവൻ ലൂസിഫർ ആയിരുന്നപ്പം ദൈവദൂതന്മാരുടെ തലവനായിരുന്നതിൽ നിന്ന് 2-ാം സ്വർഗത്തിലേക്ക് അവൻ തള്ളിയിടപ്പെട്ടു. അതാണ് നമ്മള് യെശയ്യാവ് 14-ാം അധ്യായത്തിൽ വായിക്കുന്നത്. യെശയ്യാവ് 14-ലും യെഹെസ്കേൽ 28-ലുമാണ് ലൂസിഫറിന്റെ ഈ പതനത്തെ കുറിച്ച് നമ്മൾ വായിക്കുന്നത്.
യെശയ്യാവ് 14 × 2 28. അപ്പം യെശയ്യാവ് ആദ്യം വരുന്നു, പിന്നീടാണ് ഹെസ്കേൽ നമ്മുടെ ബൈബിളിന്റെ ക്രമത്തിൽ വരുന്നത്. അപ്പൊ നമ്മൾ ഓർക്കാൻ എളുപ്പത്തിന് യെശയ്യാവ് 14, ഹെസ്കേൽ 28. എന്തുകൊണ്ടാണ് നമ്മൾ ഓർക്കേണ്ടതെന്ന് വെച്ചാൽ അവന് എന്തുകൊണ്ട് വീണു, അത് നമ്മളുടെ ജീവിതത്തിലും വീഴ്ചയുടെ മൂലകാരണം എന്ന് പറഞ്ഞാൽ ആ നിഗളമാണെന്നുള്ളൊരു കാര്യമാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പം യെശയ്യാവ് 14 അധ്യായത്തിന്റെ അതിന്റെ 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ എന്താ അവനെ കുറിച്ച് വായിക്കുന്നത്? അരുണോദയ പുത്രനായ ദ സ്റ്റാർ ഓഫ് ദ മോർണിംഗ്. ആ സ്റ്റാർ ഓഫ് ദ മോർണിംഗ് അല്ലെങ്കിൽ അരുണോദയ പുത്രനായ ശുക്ര എന്ന് നമ്മൾ മലയാളത്തിൽ എഴുതിയിരിക്കുന്ന സ്റ്റാർ ഓഫ് ദ മോർണിംഗ്, മോർണിംഗ് സ്റ്റാർ എന്നുള്ളതിന്റെ ബൈബിള് ലാറ്റിൻ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയപ്പോൾ അതിന് ലൂസിഫർ എന്നാണ് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. ലൂസിഫറസ് എന്നുള്ള പദമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും ഒരു പക്ഷേ. അപ്പൊ ആ ഒരു പ്രകാശം വമിക്കുന്നത് എന്നുള്ള അർത്ഥത്തിൽ ലൂസിഫറസ് എന്നുള്ള വാക്കൊക്കെ. അപ്പം ഇവിടെ ആ അരുണോദയപുത്രനായ ശുക്ര എന്നുള്ള ആ പദമാണ് ലൂസിഫർ എന്നുള്ള പരിഭാഷയാണ് പിന്നീട് അവന്റെ പേരായിട്ട് പൊതുവെ അറിയപ്പെടുന്നത്. അരുണോദയപുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്തു നിന്ന് വീണു? അപ്പൊ അവൻ 3-ാം സ്വർഗത്തിൽ നിന്ന് 2-ാം സ്വർഗത്തിലേക്ക് വീണു. അപ്പൊ 3 സ്വർഗങ്ങളുള്ളതായിട്ട് നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. 1-ാം സ്വർഗം എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് കാണുന്ന പ്രപഞ്ചത്തെ 1-ാം സ്വർഗം എന്ന് പറയുന്നത് വിസിബിൾ യൂണിവേഴ്സ്. അതാ നമ്മള് സങ്കീർത്തനം 19:1 സങ്കീർത്തനം 8 സങ്കീർത്തനത്തിലൊക്കെ ആ പ്രപഞ്ചത്തെ ഹെവൻസ് എന്ന് വിളിച്ചിരിക്കുന്നു. ഈ വിസിബിൾ യൂണിവേഴ്സിനെ, ആകാശത്തെയും നാം കാണുന്ന സൗരയൂഥത്തെയും നക്ഷത്രങ്ങളെയൊക്കെ ഈ അതിനെയും സ്വർഗം എന്ന് വിളിച്ചിട്ടുണ്ട്. അപ്പൊ അതാണ് അപ്പം അതിനെ സ്വർഗം എന്ന് വിളിച്ചിട്ടുണ്ട്. പിന്നെ പറുദീസയും 3-ാം സ്വർഗം എന്ന് വിളിക്കുമ്പോൾ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഈ 1-ാം സ്വർഗം എന്ന് പറയുന്നത് ഈ കാണുന്ന വിസിബിൾ യൂണിവേഴ്സ്, നമ്മൾ കാണുന്ന ഈ പ്രപഞ്ചം. 3-ാം സ്വർഗം എന്ന് പറയുന്നത് പറുദീസ. അപ്പൊ 3-ാം സ്വർഗം ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം 2-ാം സ്വർഗമുണ്ട്. അപ്പം എഫേസർ 6-ാം അധ്യായത്തില് സ്വർഗീയ സ്ഥാനങ്ങളിലുള്ള വാഴ്ചകളോടും അധികാരങ്ങളോടുമാണ് നമ്മൾ പോരാട്ടം എന്ന് വായിക്കുമ്പോൾ അപ്പം സാത്താൻ അവിടെ ഒരു സ്വർഗീയ സ്ഥാനങ്ങളിലാണ് ഉള്ളതെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് 3-ാം സ്വർഗമുണ്ട്, 1-ാം സ്വർഗമുണ്ട്. അപ്പൊ ഈ 2-ാം സ്വർഗമാണ് സാത്താൻ ഇന്നായിരിക്കുന്ന ഒരു അവസ്ഥ. 3-ാം സ്വർഗത്തിനും 1-ാം സ്വർഗത്തിനും ഇടയ്ക്ക് എവിടെയോ ഉള്ള ഒരു ഇടമാണ് 2-ാം സ്വർഗം. ആ 2-ാം സ്വർഗത്തിലേക്കാണ് ആദ്യം അവൻ ലൂസിഫറായി പ്രധാന ദൂതനായിരുന്ന ഇടത്തുനിന്ന് അവൻ വീണപ്പം ദൈവം അവനെ 2-ാം സ്വർഗത്തിലേക്ക് തള്ളിയിട്ട്, പിന്നീട് വെളിപാട് 12-ാം അധ്യായത്തിന് 9-ാമത്തെ വാക്യത്തില് കർത്താവ് രണ്ടാമത് വരുന്നതിന്റെ കർത്താവിന്റെ 2-ാം വരവിന്റെ 3.5 വർഷക്കാലം മുമ്പായിട്ട് മിഖായേലിന്റെ നേതൃത്വത്തിലുള്ള ഒരു യുദ്ധം സ്വർഗത്തിൽ നടക്കുന്നതാണ് നമ്മള് വെളിപാട് പുസ്തകം 12-ാം അധ്യായമൊക്കെ ചിന്തിച്ചപ്പോൾ നമ്മൾ ആ കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു. ഇവിടെ മൈക്കലിന്റെ നേതൃത്വത്തിൽ ഒരു യുദ്ധത്തെക്കുറിച്ച് അതിന്റെ 7-ാമത്തെ വാക്യത്തിൽ കാണുന്നു. അതിനുശേഷം 9-ാമത്തെ വാക്യത്തില് ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്ന പിശാചും സാത്താനും എന്ന് മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞതായിട്ട് നമ്മളിവിടെ വായിക്കുന്നു. അവന്റെ ദൂതന്മാരെ അവനോടുകൂടി തള്ളക്കളഞ്ഞു. അപ്പൊ അവന് എവിടെ എത്തി? ഇപ്പൊ എത്തിയില്ല, ഇനിയിപ്പോ എത്താൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പൊ അവന് 2-ാം സ്വർഗത്തിലാണ് ഉള്ളത്. 3-ാം സ്വർഗത്തിൽ 2-ാം സ്വർഗത്തിലേക്ക് വീണു. അപ്പൊ അവന്റെ ആ വീഴ്ച കർത്താവ് കണ്ടതായിട്ടൊക്കെയാണ് നമ്മൾ ലൂക്കോസ് 10-ാം അധ്യായത്തില് നമ്മളവിടെ വായിക്കുന്നത്. കർത്താവ് അവന്റെ വീഴ്ച കണ്ട ആ ഒരു കാര്യം, അത് മിന്നൽ പോലെ വീണു. മിന്നലിന്റെ പോലെ വീണെന്ന് പറയുമ്പോൾ മിന്നലിന്റെ ഒരു സ്പീഡാണ് അവന്റെ സ്പീഡ് എന്നാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ലൂക്കോസ് 10-ാം അധ്യായത്തില് 18-ാമത്തെ വാക്യം, യേശു അവരോട്, സാത്താൻ മിന്നൽ പോലെ ആകാശത്ത് നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു എന്നുള്ളൊരു കാര്യം നമ്മളവിടെ വായിക്കുന്നുണ്ട്. അപ്പോൾ അവന്റെ ആ വീഴ്ച കർത്താവ് കണ്ടു. അവന് 2-ാം സ്വർഗത്തിൽ 3-ാം സ്വർഗത്തിൽ 2-ാം സ്വർഗത്തിലേക്ക് വീണു. പിന്നെ 2-ാം സ്വർഗത്തിൽ നിന്ന് ഇനിയിപ്പോ കർത്താവ് വരുന്നതിന്റെ തൊട്ട് മുമ്പായിട്ട്, അതായത് യേശുക്രിസ്തുവിന്റെ ഭരണം 7 വർഷക്കാലം ഭരണം ഉണ്ടായിരിക്കും. അവസാനം 3.5 വർഷക്കാലമായിരിക്കും അവന് ദൈവമക്കൾക്കെതിരെ, ഇസ്രായേലിനെതിരെ ഉള്ള ഒരു വലിയ ഉപദ്രവം അഴിച്ചുവിടുന്നത്, മഹോപദ്രവം അഴിച്ചുവിടുന്നത്. ആ 3.5 വർഷക്കാലത്തിന്റെ ആ തുടക്കത്തിലാണ് അവന് ഭൂമിയിലേക്ക് തന്നെ വന്നു വീഴുന്നത്. അപ്പം ഭൂമിയിലേക്ക് തന്നെ വീഴുമ്പം, അതായത് പിശാച് ഇവിടെ ഭൂമിയിൽ ഇല്ലാതെ തന്നെ അവൻ എന്തെല്ലാം കോലാഹലങ്ങൾ ഉണ്ടാക്കി കൂട്ടിച്ച് നമുക്കറിയാം. അപ്പം പിന്നെ ഭൂമിയിലേക്ക് കൂടെ വീണ് കഴിയുമ്പോൾ എന്തൊക്കെയായിരിക്കും അവന് അണയാൻ പോകുന്ന തിരി ആളിക്കത്ത് എന്ന് പറയുന്നത് പോലെ അവനൊരു കുറച്ച് കാര്യ സമയമുള്ളൂ എന്ന് പറഞ്ഞ് അവന് ഭയങ്കര ക്രോധത്തോടുകൂടി ആയിരിക്കും. അതിന്റെ 12-ാമത്തെ വാക്യം, വെളിപാട് 12:12 നമ്മൾ എന്താ വായിക്കുന്നത്? പിശാച് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്ന് പറഞ്ഞ് മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു എന്നൊക്കെയാണ് നമ്മളവിടെ വായിക്കുന്നത്. അപ്പം 3-ാം സ്വർഗത്തിൽ നിന്ന് 2-ാം സ്വർഗത്തിലേക്ക് വീണു. 2-ാം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക്, പിന്നെ 2-ാം സ്വർഗത്തിൽ ഭൂമിയിലേക്ക്
ഇനിയിപ്പോ അത് ആ ഒരു മഹോപദ്രവത്തിന് തൊട്ട് മുമ്പായിട്ട് ആ ഒരു മൈക്കലിന്റെ നേതൃത്വത്തിലുള്ള ആ ഒരു യുദ്ധത്തിൽ അങ്ങനെ അത് ഭൂമിയിലേക്ക് പിശാച് വീഴുന്ന ഒരു സമയം ഉണ്ടാകും. അതിനുശേഷം പിന്നെ കർത്താവിന്റെ ആ 3 വർഷക്കാലത്തിന് ശേഷമാണ് കർത്താവ് വരുന്നത്. കർത്താവിന്റെ രണ്ടാമത്തെ വരവെങ്കിൽ അർമ്മഗദോൻ യുദ്ധവും കഴിഞ്ഞ് സഹസ്രാബ്ദ വാഴ്ചക്ക് തൊട്ട് മുമ്പായിട്ടാണ് ഇവനെ പിടിച്ച് അഗാധ കൂപത്തിലിട്ട് ഷട്ട് ചെയ്ത് സീലൊക്കെ ചെയ്ത് മുദ്രയിട്ട് എല്ലാം ഭദ്രമാക്കി വെക്കുന്നത്. അപ്പം ഭൂമിയിൽ നിന്ന് അവനെ അഗാധ കൂപത്തിലേക്ക്, അതാ ഇപ്പൊ നമ്മൾ വെളിപാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ നമ്മളിപ്പം വായിച്ച്, പിന്നീട് അവൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇത് വെളിപാട് പുസ്തകം 20-ാം അധ്യായം അത് വായിക്കാന് വിശ്വാസികൾ വായിക്കാന് ആരും ഇഷ്ടപ്പെടുന്നില്ല, പിശാച് ഇഷ്ടപ്പെടുന്നില്ല. എന്ന് വെച്ചാൽ അവന്റെ അവസാനത്തെ പോക്ക് എങ്ങോട്ടാന്നുള്ള കാര്യമൊക്കെ, അതുകൊണ്ട് അവനെ നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യമില്ല. അവനൊരു തോൽപ്പിക്കപ്പെട്ട ശത്രുവാണ്. അവന് ഇപ്പൊ ആയുധവർഗം പോലും ഇല്ല. ഇപ്പം തലയൊക്കെ തകർന്നിട്ട് വാലിട്ടാട്ടിക്കൊണ്ടിരുന്ന ആൾക്കാരെ പേടിപ്പിക്കാൻ നോക്കുന്ന ഒരു ചാകാറായ പാമ്പാണ് ഈ പിശാച്. അതുകൊണ്ടാ നമ്മള് വെളിപാട് പുസ്തകം 20-ാം അധ്യായത്തിലേക്ക് വരുമ്പോ എങ്ങനെയെങ്കിലും ഇങ്ങനെ നമ്മളുടെ ശ്രദ്ധ പതർപ്പിക്കാൻ, അത് നമ്മൾ അറിയാതിരിക്കാനാ അവൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എന്നാ ഈ പുസ്തകം വെളിപാട് പുസ്തകം വായിക്കുന്നവർക്കും അതനുസരിക്കുന്നവർക്കുള്ള അനുഗ്രഹത്തെ കുറിച്ചൊക്കെ നമ്മള് വെളിപാട് പുസ്തകം 1-ാം അധ്യായത്തിൽ തന്നെ നമ്മളത് വായിച്ചായിരുന്നു. അതിന്റെ ബ്ലെസ്ഡ് ഈസ് ഹി, വെളിപാട് 1-ന്റെ 3 ഈ പ്രവചനത്തിന്റെ വാക്കുകൾ വായിച്ച് കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. സമയം അടുത്തിരിക്കുന്നു. 1-ാം നൂറ്റാണ്ടിൽ 96 AD എഴുതി വെച്ചിരിക്കുന്നുവെങ്കിൽ ഇവിടെ 2025 ആയപ്പം എത്ര അധികം അടുത്തിരിക്കുന്നു ആ ഒരു കാര്യം. അപ്പം അവന്റെ അവസാനത്തെ പതനം സ്റ്റെപ്പ് 3 നമ്മൾ കണ്ടു. സ്റ്റെപ്പ് 1 3-ാം സ്വർഗ്ഗത്തിൽ നിന്ന് 2-ാം സ്വർഗ്ഗത്തിലേക്ക്, പിന്നെ 2-ാം സ്വർഗ്ഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക്, പിന്നെ ഭൂമിയിൽ നിന്ന് അഗാധ കൂപത്തിലേക്ക്, പിന്നെ അഗാധ കൂപത്തിൽ നിന്ന് ഇവനെ ഒന്ന് അടിച്ചുവിടും, ഭൂമിയിൽ വന്ന് പിന്നെ എല്ലാവരും കൂടെ വഞ്ചിച്ചുകൊണ്ട് അപ്പത്തേക്ക് അവനെ പിടിച്ച് എങ്ങോട്ടിടും, തീ പൊയ്കിലോട്ടിട്ട് തള്ളിയിടും. അതാ നമ്മള് അതിന്റെ 10-ാമത്തെ വാക്യത്തില് ഇതാ വെളിപാട് പുസ്തകം 20-ന്റെ 10 യോഹന്നാൻ 10-ന്റെ 10 എന്താ നമ്മൾ വായിക്കുന്നത്? അവനെ വഞ്ചിപ്പാനും അവനെ മുടിക്കുവാൻ, തീഫ് കംസ് ടു സ്റ്റീൽ, കിൽ ആൻഡ് ഡിസ്ട്രോയ്, അവനെ മോഷ്ടിക്കുവാനും അറുക്കുവാനും അല്ലെങ്കിൽ കൊല്ലുവാനും നശിപ്പിക്കുവാനും വേണ്ടി അവന് മുടിക്കുവാനും അവന് വരുന്ന അവിടെ യോഹന്നാൻ 10-ന്റെ 10 വായിക്കുന്നത്. എന്നാൽ ഇവിടെ വെളിപാട് പുസ്തകം 20-ന്റെ 10 എന്താ നമ്മൾ വായിക്കുന്നത്? യോഹന്നാൻ 10-ന്റെ 10 കഴിഞ്ഞ് ഇവിടെ വെളിപാട് 20-ന്റെ 10 ആകുമ്പോഴത്തേക്കും അവരെ വഞ്ചിച്ച് പിശാചിനെ മൃഗവും കള്ളപ്രവാചകനെയും കിടക്കുന്ന ഗന്ധക പൊയ്യിലേക്ക്, അവന് നല്ല കൂട്ടുകാർ അവിടെ ഉണ്ട്. ഇപ്പം മൃഗവും കള്ളപ്രവാചകനും ഓൾറെഡി ഞങ്ങളിവിടെ ഉണ്ട്, സീറ്റ് പിടിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും ദേ വന്നു, വഞ്ചിച്ച് പിശാചിനെ മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന ഗന്ധക തീ പൊയ്കയിലേക്ക് തള്ളിയിടും. അവർ എന്നേക്കും രാപ്പകൽ ദണ്ഡന സഹിക്കേണ്ടി വരും. എന്നേക്കും രാപ്പകൽ ദണ്ഡന സഹിക്കേണ്ടി വരും. ഇതാണ് അവന്റെ നിത്യമായിട്ടുള്ള ന്യായവിധി. ഈ പിശാചിനെ, ഈ കള്ളപ്പിശാചിനെയാണ് നമ്മൾ പേടിക്കേണ്ടത്. അപ്പം അതാ നമ്മൾ വായിക്കുന്ന ആ ഒരു എന്നേക്കുമായിട്ട് തീ പൊയ്കയിലേക്ക് തള്ളിയിടും, ഈ വെളിപാട് 20-ന്റെ 10-ാമത്തെ വാക്യം. അപ്പൊ അവന്റെ ഈ ഒരു വീഴ്ച നമ്മൾ കാണുന്നത് നമ്മളുടെ വിശ്വാസത്തെ, നമ്മളുടെ ആ ഒരു ആത്മീയമായിട്ടുള്ള നമ്മളുടെ ആ ഒരു ഉത്സാഹത്തെ അത് എത്രയധികം ഉത്സാഹിപ്പിക്കും എന്നുള്ളൊരു കാര്യം. ഇന്ന് അവൻ നമ്മളെ വഞ്ചിക്കാനായിട്ടും പ്രലോഭിപ്പാനായിട്ടൊക്കെ പല കെണികളൊക്കെ ഒരുക്കി വെച്ചിരിക്കുമ്പോൾ നമ്മൾ അവനെ പേടിക്കേണ്ട കാര്യമില്ല. അവന് ഈ തീപ്പൊയ്ക്ക് കിടക്കാനുള്ളവനാ. അതുകൊണ്ട് നാം കർത്താവിന്റെ സിംഹാസനത്തില് കർത്താവിനോട് കൂടി ഇരുന്ന് വാഴാനുള്ളവരാണ് എന്നുള്ള ആ ഒരു വലിയ ധൈര്യത്തോടെ വിശ്വാസത്തോടെ നമ്മളായിരിക്കണം. എന്നാൽ നമ്മൾ അന്ന് കർത്താവിന്റെ കൂടി ഇരുന്ന് വാഴണമെങ്കിൽ കർത്താവ് താണതുപോലെ നമ്മളും താഴണം. അതാ നമ്മൾ ആ നാഗൽ സാഹിബിന്റെ ആ പാട്ടില് യേശുവെ പോലെ താഴുവാൻ, യേശുവിൻ കൂടെ വാഴുവാൻ, ഇവയെ വാഞ്ചിക്കുന്നു ഞാൻ എന്നൊക്കെ നമ്മള് യേശുവെ പോലെ ആകുവാൻ, യേശുവിൻ വാക്ക് കാക്കുവാന്നുള്ള ആ പാട്ടിൽ അവസാനം യേശുവെ പോലെ താഴുവാൻ, യേശുവിൻ കൂടെ വാഴുവാൻ. യേശുവിന്റെ കൂടെ താഴുന്നവർക്ക് വാഴാൻ ഒക്കുന്നത്. ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലൂടെ വരുന്നില്ല, ഇപ്പം ഓൾറെഡി നമ്മളിപ്പം സമയമായല്ലോ. അതുകൊണ്ട് നമ്മളെ തന്നെ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും. പിശാച് തന്നെ അതിന് ഉയർത്തിക്കൊണ്ടേയിരുന്നതുകൊണ്ട് അവന് വീണ് 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 ഇങ്ങനെ സ്റ്റെപ്പൊക്കെ ഇങ്ങനെ ഉരുണ്ട് വീണുകൊണ്ട് 4 സ്റ്റെപ്പ് ഇങ്ങനെ ടപ്പോ എന്ന് പറഞ്ഞ് അവന് ഉരുണ്ട് വീണ അവസാനം തീപ്പൊയ്കിലോട്ട് ചെന്ന് പതിക്കുന്ന ഒരു രംഗമാണ് നമ്മളിപ്പം കണ്ടത്. എന്നാൽ നാം നമ്മെ തന്നെ ഇന്ന് താഴ്ത്തുവാണെങ്കിൽ, നമ്മൾ പിശാചിനെ പോലെ നമ്മളെ തന്നെ ഉയർത്തുകയും നമ്മുടെ ദേഷ്യവും ക്രോധവും നമ്മുടെ ദൈവവചനത്തിനെതിരായിട്ടും ദൈവം വെച്ചിരിക്കുന്ന അധികാരങ്ങൾക്കെതിരായിട്ടും നമ്മുടെ മാതാപിതാക്കൾക്കെതിരായിട്ട് മുതിർന്ന സഹോദരങ്ങൾക്കെതിരായിട്ട് ദൈവം വെച്ചിരിക്കുന്ന അധികാരങ്ങൾക്കെതിരായിട്ട് നമ്മുടെ കോളേജില് നമ്മുടെ ടീച്ചേഴ്സിനെതിരായിട്ടോ അല്ലെങ്കിൽ സ്കൂളിൽ നമ്മുടെ പ്രിൻസിപ്പലിനും ടീച്ചേഴ്സിനെതിരായിട്ടോ അല്ലെങ്കിൽ ചർച്ചിലെ എൽഡേഴ്സിനെതിരായിട്ടോ അല്ലെങ്കിൽ വേറെ ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ നമ്മൾ അധികാരങ്ങൾക്കെതിരെ മത്സരിക്കുന്നവരായിട്ട് നമ്മളെ തന്നെ ഉയർത്തുകയും രാഷ്ട്രീയം കാണിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ നമ്മളെ ദൈവം താഴ്ത്തുന്ന ഒരു സമയം ഉണ്ടാവും. അത് എത്ര വലിയ ഒരു ഭയാനകമായിട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ നാം നമ്മളെ തന്നെ ദൈവം ഭാഗ്യ കർത്താവേ, അവിടുത്തെ ആ വരവുള്ള കരങ്ങളിൽ ഞാൻ താണിരിക്കാം
എന്ന് പറയുമ്പോൾ കർത്താവ് നമ്മളെ തക്ക സമയത്ത് ഉയർത്തും എന്ന് പറഞ്ഞാൽ ആത്മീയ ശക്തി കൊണ്ട് പിശാചിന്റെ മേല്, ജഡത്തിന്റെ മേല്, ഈ ലോകത്തിന്റെ മേല്, അങ്ങനെ പാപത്തിന്റെ മേല് ദൈവം നമുക്കൊരു ഉയർച്ച തരും. അതാണ് നമ്മൾ 1 പത്രോസ് 5:6 വായിക്കുന്നത്. പിശാചിന്റെ അതാണ് 1 പത്രോസ് 5:6 നമ്മളിങ്ങനെ വായിക്കുന്നത്, ദൈവത്തിന്റെ ബലമുള്ള കരത്തിന്റെ കീഴിൽ താണിരിപ്പി അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തും. ആ ഒരു ഉയർച്ച, കർത്താവ് ഉയർത്തുന്ന ഒരു ഉയർച്ച മതി. നമ്മളായിട്ട് നമ്മളെ തന്നെ അങ്ങ് ഇന്ദ്രിച്ചു ഉയർത്താൻ നോക്കേണ്ട കാര്യമില്ല. നമ്മളെ കർത്താവിന്റെ ബലമുള്ള കരങ്ങളിൽ താണിരിക്കുമ്പോൾ അവിടെ ഒരു വട്ടപ്പൂജ്യമായിട്ട്, സീറോ ആയിട്ട് നമ്മെ തന്നെ അങ്ങ് താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ കർത്താവിന്റെ ആത്മാവ് അളവിലാതെ നമ്മളെ ഒന്ന് നിറച്ച് നമുക്ക് ആത്മീയാധികാരത്തോടെ, പിശാചിന്റെ മേലൊരു അധികാരത്തോടെ, ഈ ലോക വ്യവസ്ഥയ്ക്ക് മേലൊരു അധികാരത്തോടെ, അതുപോലെ തന്നെ നമ്മുടെ ജഡത്തിന്റെ മേലെ ഒരു അധികാരത്തോടെ, അങ്ങനെ ലോകം, ജഡം, പിശാച്, അതാണ് പാപം, അതിന്റെ മേലെ ഉള്ള അധികാരത്തോടെ നമ്മൾ ഇന്ന് വാഴുന്നവരാണെങ്കിൽ അന്നും കർത്താവിനോടുകൂടി വാഴുന്നവരായിരിക്കും. അതിനെക്കുറിച്ചുള്ള വാക്യങ്ങളൊക്കെ നമ്മൾ ദിവസമാഴ്ച നമുക്ക് അടുത്ത ആഴ്ച ആ കാര്യങ്ങളൊക്കെ നമുക്ക് ചിന്തിക്കാമല്ലോ. നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവിലേക്ക് നോക്കാം. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, പിശാചിനെ അവിടെ നിന്ന് തോൽപ്പിച്ചതിനായിട്ട്, അവന്റെ തല തകർത്തതിനായിട്ട് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. ഇന്നും അവന്റെ തല ഞങ്ങളുടെ കാൽക്കീഴിൽ ഒന്നുകൂടെ ചതച്ച് കളയാനായിട്ട് കർത്താവെ അവിടുന്ന് ഞങ്ങളെ വിളിച്ചിരിക്കുന്നോർത്ത് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന അധികാരത്തിനായിട്ട് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് എന്നുള്ള ആ അധികാരം കർത്താവെ അത് ഞങ്ങൾ എല്ലാവരും വിനിയോഗിക്കാൻ തക്കവണ്ണം ഞങ്ങളുള്ള ചെറുപ്പക്കാരും കുഞ്ഞുങ്ങളും ഉൾപ്പെടെ എല്ലാവരും കർത്താവെ ടു സ്റ്റാമ്പ് ദ ഡെവിൾ അണ്ടർ അവർ ഫീറ്റ് ലോർഡ്, അധികാരം വിനിയോഗിക്കാൻ ഞങ്ങൾ ഓരോരുത്തരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സമാധാനത്തിന്റെ ദൈവം സാത്താന്റെ വേഗം ഞങ്ങളുടെ കാൽക്കീഴിൽ ചതച്ചു കളയുമെന്നാണല്ലോ കർത്താവെ ഞങ്ങളെ റോമർ 16:20 വാക്യത്തിൽ വായിക്കുന്നത്. അവിടുത്തെ സമാധാനത്തിൽ ഞങ്ങളെ നിറയ്ക്കണം. പരിശുദ്ധാത്മാവിന്റെ സമാധാനം, പരിശുദ്ധാത്മാവ് തരുന്ന ആ ദൈവ സമാധാനം ഞങ്ങളിൽ ഒന്ന് നിറയുമ്പോൾ പിശാച് ഞങ്ങളുടെ കാൽക്കീഴിൽ ചതഞ്ഞരയുകയാണെന്നുള്ള ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കുവാൻ കർത്താവ് പിശാചിന്റെ തന്ത്രങ്ങളെ അറിയാത്തവരായിട്ടല്ല മറിച്ച് ആ തന്ത്രങ്ങളെ ജയിക്കുന്നവരായിട്ട്, അത് എക്സ്പോസ് ചെയ്യുന്നവരായിട്ട് കർത്താവ് ഞങ്ങൾ ഓരോരുത്തരെ കാണപ്പെടുക ഞങ്ങളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ധൈര്യമുള്ളവരായിട്ട്, ആത്മാവിലെ വലിയ സന്തോഷത്തോടെ, ധൈര്യത്തോടെ, ഉത്സാഹത്തോടെ ആയിരിക്കും ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം. കർത്താവ് ആ പിശാചിന്റെ വീഴ്ചയിൽ നിന്ന് ഞങ്ങളും പാഠങ്ങൾ ഉൾക്കൊണ്ട് കർത്താവ് എപ്പോഴും താഴ്മയിൽ അവിടുത്തോടൊരു വട്ടപൂജ്യമായിട്ട്, അവിടുത്തെ മുമ്പാകെ ഒരു സീറോ ആയിട്ട് ഞങ്ങളെ തന്നെ എപ്പോഴും താഴ്ത്തുവാനും അവിടുത്തെ ആത്മാവിനാലും നിരന്തരമായിട്ട് നിറയപ്പെടുവാനും ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. അവിടുന്ന് തന്നെ ഞങ്ങളെ പിശാചിന്റെ മേലും ലോകത്തിന്റെ മേലും ജഡത്തിന്റെ മേലും അങ്ങനെ പാപത്തിന്റെ ആകെ മേലെ ഞങ്ങളെ ഉയർത്തുവാൻ കർത്താവ് അവിടത്തേക്ക് പ്രസാദം ഉണ്ടാവണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ തന്നെ താഴ്ത്തുവാൻ അങ്ങനെ ഉയർത്തപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണം. നന്ദി കർത്താവേ, നന്ദി. ഞങ്ങളെ തന്നെയും അവിടുത്തെ തിരുകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരെയും കർത്താവേ, ഞങ്ങള് കേൾക്കുന്ന ഓരോരുത്തരും കർത്താവേ അവിടുത്തെ അനുഗ്രഹത്താല് കർത്താവ് അവിടുത്തെ ആത്മാവിനാലും നിറയപ്പെടുവാനും കർത്താവെ ഇതൊരു വെളിപ്പാടായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവമായിട്ട് കർത്താവെ ഞങ്ങള് ജയിക്കുന്നവരായിട്ട് കർത്താവെ അങ്ങയോടുകൂടെ ഒരു നാളില് ഇന്നും അങ്ങയോടുകൂടെ കർത്താവെ ആത്മാവിൽ വാഴുന്നവരായിട്ട് അന്ന് പുനരുദ്ധാന ശരീരത്തോടുകൂടി കർത്താവെ അവിടുത്തെ കാന്തയായിട്ട് കർത്താവെ അങ്ങയോടുകൂടി സിംഹാസനത്തിൽ അങ്ങയുടെ സിംഹാസനത്തിൽ നിന്ന് അവിടുന്ന് ജയിച്ച് പിതാവിന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ കർത്താവ് ഞങ്ങളും ജയിച്ച് അങ്ങയുടെ സിംഹാസനത്തിൽ ഇരുന്ന് അങ്ങോട് ചേർന്ന് വാഴുവാൻ ഞങ്ങളെ ഓരോരുത്തരെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളാരും അതിൽ കർത്താവെ ഫോൾ ഷോട്ട് ചെയ്യാൻ ഇടയാവരുത്. ഞങ്ങളാരും കർത്താവെ 60 മീനിയോ 30 മീനിയോ വാങ്ങിച്ച് കർത്താവെ അല്ലെങ്കിൽ കർത്താവെ അങ്ങനെ ഒരു ഹതഭാഗ്യാവസ്ഥയിലേക്ക് ഞങ്ങൾ ആരും ആയി പോകരുത്. ഞങ്ങൾക്കുള്ള വെളിച്ചത്തിനനുസരിച്ച് കർത്താവെ അവിടുന്ന് തന്നിട്ടുള്ള വെളിച്ചത്തിനനുസരിച്ച് പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേ സ്നേഹിപ്പാനും അങ്ങേ അനുസരിപ്പാനും കർത്താവ് ഞങ്ങളെ സഹായിക്കണം. നന്ദി കർത്താവെ, നന്ദി. പ്രാർത്ഥനയുടെ നിങ്ങൾക്ക് സ്തുതിക്കുന്ന എല്ലാം യേശു കർത്താവിന്റെ വിലയേറിയ മാതിരിയുള്ള നാമത്തിൽ തന്നെ. ആമേൻ.